ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മുടെ മഹത്തായ 8ാമത്തെ ദിവസമാണ്. വെൽമൈൻഡിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇമോഷണൽ റീ അലൈൻമെന്റ് എന്നുള്ള പ്രോഗ്രാമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കുടുംബം പോലെ, ഒരു യാത്ര പോലെ പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിങ്ങനെ പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച്, അതിലും ഏറ്റവും പ്രത്യേക കുറെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ 24 ദിവസങ്ങൾ, 24 വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അത് ഒരു മിറാക്കിളാണ്. കാരണം ഈ ഗ്രൂപ്പിൽ വരുന്നതിന് പിന്നിൽ അതിനൊരു കാരണമുണ്ട്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയാറുണ്ട്. അപ്പൊ ഇന്ന് 8ാമത്തെ ദിവസം, ഇന്നലത്തെ ഒരു ടാസ്ക് ഞാൻ പറഞ്ഞിരുന്നു. 7 ക്ലാസ്സുകളും ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ 7 ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ വിഷയം. അതൊരു സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. അത് കൈകാര്യം ചെയ്യുന്നത് സപ്നാജിയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു എക്സസൈസ് ഒന്ന് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. കാണുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ ആവുന്നുണ്ടോ? ഷെയർ ആയോ? ഉണ്ട് സർ, കാണുന്നുണ്ട്. ഇമോഷണൽ റീ അലൈൻമെന്റ് അല്ലേ? ഓക്കെ. അപ്പം നമ്മള് സ്ക്രീനിൽ അത് കാണുന്നുണ്ട് അല്ലേ? വെൽമൈൻഡ് ഒരു ഓൺലൈൻ പ്രോഗ്രാം, ഇമോഷണൽ റീ അലൈൻമെന്റ്. അപ്പൊ നമുക്കൊരു 3-5 കാര്യങ്ങളൊന്ന് നമുക്ക് എഴുതാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമോഷണൽ സക്സസ്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഇമോഷണൽ സക്സസ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എഴുതാം, അല്ലെങ്കിൽ സ്ക്രീനിലുള്ള ഏതെങ്കിലും ഒരു 5 എണ്ണം എഴുതാം. ഒന്ന് മനസ്സിലൊന്ന് എഴുതിക്കേ. മനസ്സിലല്ല, പേപ്പറിലൊന്ന് എഴുതിക്കേ, ജസ്റ്റ് ഒന്ന് എഴുതിക്കേ. ഇപ്പം ഒന്നാമത് എന്താ? ഐ ടുക്ക് ടൈം ടു റിഫ്ലക്ട് ബിഫോർ റിയാക്ടിങ്. നമ്മൾ പഠിച്ചതാണല്ലേ. ഐ അലൗഡ് മൈസെൽഫ് ടു ക്രൈ ആൻഡ് ഫീൽ. അപ്പൊ എന്താണോ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടമുള്ളത്, ഇതല്ല, ഏതാണോ മനസ്സിൽ തോന്നുന്ന കുറച്ച് ഇമോഷണൽ സക്സസ് ആണ്, വിജയകരമായ ചില ഇമോഷണൽ സക്സസ് ആണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, എന്തായിരിക്കും എഴുതുന്നത്? ഓരോന്ന് എഴുതിക്കുക. എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന ഐ ലെറ്റ് ഗോ ഓഫ് ഗ്രഡ്ജ്. എനിക്ക് ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല, ഞാൻ അതെല്ലാം വിട്ടുകളയുന്നു. കാരണം നമ്മളത് വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അറിയണമെന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിലെ ഭാരം ഇങ്ങനെ നമ്മൾ വിട്ടുകളയും. എഴുതിക്കോ. ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള എഴുതിക്കോ. ഇമോഷണൽ സക്സസ് സ്ക്രീനിൽ കാണുന്ന എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന എഴുതാം. കാണുന്നുണ്ടല്ലോ അല്ലെ? ഐ ഫോർഗീവ് മൈസെൽഫ് ഫോർ മൈ പാസ്റ്റ് മിസ്റ്റേക്സ്. നമുക്കെല്ലാം കുറച്ച് തെറ്റുകളൊക്കെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഐ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എല്ലാവരും. എഴുതില്ലോ. ഏതെങ്കിലും 3-ഓ 5-ഓ എത്ര വേണമെങ്കിലും എഴുതാം. യെസ്. ഇപ്പൊ എക്സാമ്പിൾസ് ഓഫ് ഇമോഷണൽ സക്സസ് സ്ക്രീനിൽ കണ്ടു. സ്ക്രീനിലുള്ള ഏതെങ്കിലും 3 മുതൽ 5 വരെയുള്ള കാര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കുറച്ച് സക്സസ് എഴുതുക. എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ സെഷൻ എടുക്കുന്നത് സഫ്ന ഇർഷാദാണ്. ആ ടോപ്പിക്കിന്റെ പ്രത്യേകതയും സപ്നാജി പറയും. വെൽക്കം സപ്നാജി ഫോർ ടുഡേയ്സ് സെഷൻ. പ്ലാറ്റ്ഫോം ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു ഓൾ. Thank you, sir. Good evening, all. ഗുഡ് ഈവനിങ്. Good evening. Thank you. എല്ലാവരും ഹാപ്പി അല്ലേ?
ബാക്കിയുള്ളവരെവിടെ ക്യാമറയിൽ വന്നില്ലല്ലോ? ആരും വന്നില്ലേ ക്യാമറയിൽ നിന്ന്? ഞാനേ കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് കണ്ണെഴുതിയിരുന്നു. ഓക്കെ, റെഡി. ഒരു കാര്യമില്ലാത്ത കാര്യം പോയി. ഓക്കെ, റെഡി. എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്. യെസ്. അതാരാ പറഞ്ഞേ? ഒരു പറഞ്ഞതാരാ? പവൻ സമ്മാനം അല്ലേ? അല്ല, അത് കേട്ടപ്പോ വല്ലാത്തൊരു എനർജി. അതാരായിരുന്നത്? സുലേഖ മാം? ചന്ദ്രകല മാം. ബാക്കി ആർക്കും സൗണ്ട് ഒന്നുമില്ല. എല്ലാവരുടെ സൗണ്ട് ഒക്കെ പോയിരിക്കാം. നിങ്ങളൊന്ന് സന്തോഷത്തിലല്ല? സൗണ്ട് ഇട്ടാ കണ്ണെഴുതിയത്. എഴുതാൻ മറന്നു പോയായിരുന്നു. ലാസ്റ്റ് മുഹൂർത്തത്തിൽ പോയി ഓടിപ്പോയി എഴുതിയിട്ട് വന്നു. കുഴപ്പമില്ല, റെഡി. അപ്പോ ഇപ്പൊ ഒരു സംഭവമൊക്കെ ഒന്ന് സെറ്റായി വന്നില്ലേ? എല്ലാവരും ഇപ്പൊ ഒരുമിച്ച് ഈ ഒരു മൂഡിലേക്ക് എത്തിയില്ലേ? എത്തിയോ? അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്, തോട്ട് പാറ്റേൺസ് ആൻഡ് കോർ ബിലീഫ്സ്. ഏത് ചാപ്റ്റർ ആണെന്നറിയോ? 7. 8. തോട്ട് പാറ്റേൺസ് ആൻഡ് കോർ ബിലീഫ്സ്. അത് പറയുന്നതിന് മുൻപായിട്ട് എല്ലാവരും കയ്യിലുള്ള ഒരു ബുക്കോ പേപ്പറോ ഒരു പേനയോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. എടുത്തോ? എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ലൈഫില് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും അല്ലെ? നമ്മളുടെ ഹെൽത്ത് ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പല ലക്ഷ്യത്തിലും പല ആഗ്രഹത്തിലും അല്ലേ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എഴുതുക. ഫസ്റ്റ് എഴുതേണ്ടത് ഫിസിക്കൽ ഗോൾസ് എന്താണെന്ന്. ഫിസിക്കൽ ഗോൾസ്, അതായത് നിങ്ങളുടെ വയസ്സ് നിങ്ങൾക്ക് എന്താ ഒരു അല്ലെങ്കിൽ ഉള്ളത്. ഇപ്പൊ എന്നോട് ഫസ്റ്റ് തന്നെ ചോദിക്കുക, ഫിസിക്കൽ ഗോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, അതാണ് എന്റെ ഗോൾ. ഓക്കെ, അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗോൾസ്. നിങ്ങളുടെ ഹെൽത്ത്, എല്ലാവർക്കും നമുക്കൊക്കെ ഇപ്പൊ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, പ്രഷർ, കൊളസ്ട്രോള്, ഷുഗർ. എനിക്കിതൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കിതൊന്നും ഇല്ല. ദൈവാനുഗ്രഹം കൊണ്ട് ഇതൊന്നും ഇല്ല. ജസ്റ്റ് എഴുതിയാൽ മതി നിങ്ങളുടെ ഫിസിക്കൽ ഗോൾസ് എന്താണ്. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹെൽത്ത് വൈസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ദെൻ ഫിനാൻഷ്യൽ ഗോൾ. ഫിനാൻഷ്യൽ ഗോളിൽ എന്തൊക്കെ വരാം? നമുക്കൊരു പുതിയ കാറ്, അല്ലെങ്കിൽ ഹൗസ്, അല്ലെങ്കിൽ നമ്മുടെ വെക്കേഷൻ ട്രിപ്സ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യലി അത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇന്റലക്ച്വൽ ഗോൾസ്. അതായത് നിങ്ങൾ എന്തെങ്കിലും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ന കോഴ്സ് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ നോളജ് എന്തെങ്കിലും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അങ്ങനെ അത് എഴുതുക. നെക്സ്റ്റ് സോഷ്യൽ ഗോൾസ്. അതായത് സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അതല്ല എങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഇന്ന ഒരാളായിട്ട് അറിയപ്പെടണം. ഓക്കെ, ആ രീതിയിൽ. ഒരുപാട് നേരം ആലോചിക്കലേ. എല്ലാവരും ഫിനിഷ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി
ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഈ എഴുതിയ ഗോൾസ് ഇല്ലേ, ഇതെല്ലാം അച്ചീവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. വെരി ഗുഡ്. എല്ലാവർക്കും എല്ലാം അച്ചീവ് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ഉണ്ട്. ഉണ്ട്. അപ്പൊ ഉറപ്പുള്ളതാണ് എഴുതിയേക്കുന്നത്, ഉറപ്പില്ലാത്തതൊന്നും എഴുതിയിട്ടില്ല അല്ലെ? അതിനുവേണ്ടി ട്രൈ ചെയ്യും, അത് സക്സസ് ആവും. അതിനുവേണ്ടി ട്രൈ ചെയ്യും, അതിനുവേണ്ടി സക്സസ് ആവും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. എനിക്ക് അത്ര ഉറപ്പില്ലാത്തത് എഴുതിയിട്ടുണ്ട് ഞാൻ. എനിക്ക് അത്ര ഉറപ്പില്ലാത്തതും ആ ഒരു പോയിന്റ് എനിക്ക് വേണമായിരുന്നു. എനിക്ക് എന്റെതെല്ലാം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഞാൻ എഴുതി. എഴുതി. അതാണ് ആ ഒരു പോയിന്റ് എനിക്ക് വേണമായിരുന്നു. കാരണം നമ്മൾ എല്ലാവരും ദീപ മാം പറഞ്ഞത് കേട്ടില്ല. ഞാനും എഴുതിയിട്ടുണ്ട് അതുപോലെ. ഉറപ്പില്ല. അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞില്ല അല്ലെ? യെസ്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്ന. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമുക്കതൊരു എല്ലാവരും സപ്പോർട്ടായി ആ രീതിയിൽ. ഓക്കെ, അപ്പോ നമ്മൾ ലക്ഷ്യം വെക്കുന്നതെല്ലാം നടക്കുമെന്നുള്ള ഒരു ഉറപ്പൊന്നും നമുക്കില്ല. ഉറപ്പുള്ളതും ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതെന്താണ്? നമ്മളുടെ വിശ്വാസം, ചിന്തകൾ അല്ലെ? നമ്മുടെ ചിന്തകള്, നമ്മുടെ വിശ്വാസങ്ങള്, ഇതെല്ലാമാണ് നമ്മുടെ മുൻപോട്ട് നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ പറയുന്നത് തോട്ട് പാറ്റേൺസ് ആൻഡ് കോർ ബിലീവ്സ്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്താന്ന് വെച്ചാല് ഇമോഷണലി നമ്മൾ കുറെ കൂടി സ്റ്റേബിൾ ആകും. ക്ലിയർ ആണോ? ഇമോഷണലി നമ്മൾ കുറെ കൂടി സ്റ്റേബിൾ ആകും. നമുക്ക് വരുന്ന എല്ലാ തോട്ട്സും ശരിയായതല്ല. കിട്ടുന്നുണ്ടോ? അതായത് ഒരു ദിവസത്തിൽ ഒരുപാട് ചിന്തകൾ നമ്മളിൽ വന്നു പോകുന്നുണ്ട്. ഈ ചിന്തകളെല്ലാം കറക്റ്റ് ആയതല്ല, ഇതെല്ലാം ശരിയാവണം എന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? ഈ ചിന്തകളുടെ പുറകെ പോകുന്നുണ്ട്. ശരിയല്ലേ? ആണ്. എല്ലാ ചിന്തകളും ശരിയല്ല, പക്ഷെ എങ്കിൽ പോലും ചില ചിന്തകളുടെ പുറകെ അത് വിശ്വസിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് വാട്ട് ആർ തോട്ട് പാറ്റേൺസ്. പാറ്റേൺ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു പാറ്റേൺ എന്ന് പറയുമ്പോ റിപ്പീറ്റഡ്ലി ചെയ്യുന്ന കാര്യങ്ങളാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ തോട്ട് പാറ്റേൺ എന്ന് പറയുമ്പോഴോ? നോട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് സെയിം രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കും. അതായത് ഒരു സാഹചര്യം വരുമ്പോ, ഇപ്പൊ എന്നോട് ഒരാൾ ക്ലാസ് എടുക്കാൻ പറയാണ്, അപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുകയാണ്? എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് കഴിയുവോ എന്നുള്ളത് റിപ്പീറ്റഡ്ലി. മനസ്സിലായോ? അതായത് എപ്പോ എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാലും ഞാൻ എന്ത് ചിന്തിക്കും? എന്നെ കൊണ്ട് പറ്റുവോ പറ്റില്ലേ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പൊ അതായത് ഒരു സാഹചര്യത്തിൽ ഒരു തോട്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതെന്താണ്? തോട്ട് പാറ്റേൺ ആകും. ക്ലിയർ അല്ലേ? ഇനി അപ്പൊ അത് പറയുമ്പോ എന്താണ് ഈ തോട്ട് എന്നുള്ളതൊന്ന് പറയണം, വേണ്ടേ? എപ്പോഴും നമ്മൾ പറയുന്നുണ്ട് തോട്ട് ചിന്ത. എന്താണ് ഈ തോട്ട്? എന്താണ് ഈ ചിന്ത? പറയാമോ? എന്താണ് ഈ ചിന്ത? എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്താ ഈ ചിന്ത? ഒന്ന് പറഞ്ഞു നോക്കി. അതായത് നമ്മളുടെ മുൻകാലത്തിൽ നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? നമ്മൾ ജീവിച്ച ഇത്രയും കാലം കൊണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഓർമ്മകൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ എവിടെ ഉണ്ട്? മനസ്സിലുണ്ട്. അപ്പൊ ഒരു കാര്യത്തെ കിട്ടുമ്പോൾ ആ കാര്യത്തിനെ എന്ത് ചെയ്യണമെന്ന് ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു അവലോകനം നടത്തുന്ന ആ ഒരു പ്രക്രിയയാണ് തോട്ട് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? ഒന്നും അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? നമ്മളുടെ ഉള്ളിൽ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്, മെമ്മറീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ഒന്നിൽ അതൊരു ഡിസിഷൻ മേക്കിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ആവാം, എന്തുമാകാം. അതിനു വേണ്ടി നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തോട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി എങ്ങനെയാണ് ഈ ചിന്ത ഫോം ചെയ്യുന്നത് അതറിയോ? എക്സ്പീരിയൻസസ്. ഓക്കെ, അതായത് ഡൊണാൾഡ് ഹെബ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ. അത് വേണമെങ്കിൽ എഴുതി വെച്ചു. ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ. ന്യൂറോൺസ് ഫയർ ടുഗദർ വയർ ടുഗദർ. അതായത് ഞാൻ പറയാണ്, എന്താ, എനിക്ക് ഞാൻ കോൺഫിഡന്റ് ആണ്, ക്ലാസ് എടുക്കാൻ ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രെയിനിലെ ഒരു ന്യൂറോൺ, അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂറോൺ അതെന്ത് ചെയ്യും, അതൊന്ന് ഫയർ ചെയ്യും. അതായത് അതൊന്ന് എന്താ പറയാ, ഉത്തേജനം എന്ന് പറയില്ലേ, അതൊന്ന് ഫയർ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്, ഐ ആം കോൺഫിഡന്റ് എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ, അതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് ന്യൂറോണിലേക്ക് അത് മെസ്സേജ് പാസ് ചെയ്യും. ഓക്കെ, വീണ്ടും 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 ഞാൻ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും, മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഓരോ ന്യൂറോൺസും ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്, എപ്പോ പറഞ്ഞാലും വരുന്നത്, അമ്പലത്തിൽ ഉത്സവത്തിന് ഇങ്ങനെ, അതിനെ കഥനാന്നാണോ പറയണത്, അത് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇങ്ങനെ ഒരു വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ അല്ലേ, ഒരു സംഭവത്തിൽ ഇങ്ങനെ തീ കൊടുക്കുമ്പോ പെട്ടെന്ന് 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 ഇങ്ങനെ പോകില്ലേ, അതാണ് എന്റെ മനസ്സിൽ എപ്പോ പറഞ്ഞാലും എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അതുപോലെ ഒരു ന്യൂറോണിൽ നിന്നും അടുത്ത ന്യൂറോണിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ആ മെസ്സേജ്. ഐഡിയ കിട്ടിയോ? അപ്പോ ആ ന്യൂറോൺസ് ഫയർ ചെയ്ത് കഴിഞ്ഞ് ഇത് പോയി പോയി എന്താവും വെച്ചാൽ, ഈ ഫയർ ചെയ്യുന്ന ന്യൂറോൺസ് തമ്മിൽ വയർ ടുഗദർ, അതായത് അവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഓക്കെ, എന്ത് ഇൻപുട്ടാണോ കൊടുക്കുന്നത്, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ, അതായത് ഞാൻ ഓക്കെ ആണെന്നാണെങ്കിൽ അവർ ആ രീതിയിൽ പോകും, ഞാൻ ഓക്കെ അല്ല എന്നാണെങ്കിലോ ആ രീതിയിൽ പോകും. പോസിറ്റീവ് കൊടുത്താൽ അവിടെ പോസിറ്റീവ് കിട്ടും, നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂറൽ പാത്വേ അവിടെ ഫോം ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, അതായത് നമ്മളൊരു പുതിയ ശീലം തുടങ്ങുകയാണ്. വേണ്ട, ഞാൻ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുകയാണ്. ഫസ്റ്റ് ഞാനത് പഠിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ശരിയല്ലേ? അതായത് ഹാൻഡിൽ പിടിക്കുക, എന്താ അതിന്റെ ആ സംഭവം ചവിട്ടി കറക്കുക, അതിനെ ബാലൻസ് ചെയ്യുക, ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. പക്ഷെ പോകെ പോകെ ഇത് എനിക്ക് എളുപ്പമാവും. എങ്ങനെ, ഒന്ന് പറയാവോ, കണക്ട് ചെയ്ത് പറയാവോ? പ്രാക്ടീസ് ചെയ്യും കൂടെ കൂടെ. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ന്യൂറോൺസിന് ഓൾറെഡി പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ന്യൂറോൺസ് അവിടെ ഫയർ ചെയ്ത് അവിടെ ഒരു പാറ്റേൺ അവിടെ ഫോം ചെയ്ത് അവിടെ ഒരു ന്യൂറൽ പാത്വേ ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഏറ്റവും ക്ലിയർ ആയിട്ട് പറഞ്ഞാല്, ഒരു കുട്ടി കളിക്കാൻ പോവാണ്, ആ വഴി എന്ന് പറയുന്നത് കുറച്ച് കാട് പിടിച്ചതാണ്, എന്ന് വെച്ചാൽ ഭയങ്കര കാടല്ല, ഒരു ചെറിയ കാട്. പക്ഷെ അവന് റോഡ് വഴി പോവാണെങ്കിൽ കുറച്ച് കറങ്ങേണ്ടി വരും. പക്ഷെ ഈ വഴിയെ പോവാണെങ്കിൽ അവൻ പെട്ടെന്ന് എത്തും. അപ്പൊ ഈ കാട് വെട്ടി തെളിക്കുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? ആ കുഞ്ഞിന്റെ ആവശ്യമാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യും, ഫസ്റ്റ് ദിവസം അതില് പോവാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യും, കാല് പതുക്കെ ബാക്കോട്ട് വെക്കും. ചിലപ്പോ വല്ല മുള്ളോ കല്ലോ എന്തെങ്കിലും കൊണ്ട് കാണും. അവൻ വീണ്ടും എന്ത് ചെയ്യും, കാരണം അത് അവന്റെ ആവശ്യമാണ്, അവൻ വീണ്ടും പോകും. അങ്ങനെ പതിയെ പതിയെ പോകും തോറും എന്ത് സംഭവിക്കും, ആ കാട്ടിൽ ഒരു വഴി രൂപപ്പെടും, അല്ലെ? ചെറിയൊരു വഴി, അവന് നടന്നു പോകാനുള്ള ഒരു വഴി രൂപപ്പെടും. അവന് പോകാനുള്ള റൂട്ട് ക്ലിയർ ആയില്ലേ, ഇല്ലേ? ഇതുപോലെയാണ് നമ്മൾ ഓരോ പുതിയ ശീലങ്ങളോ പുതിയ ചിന്തകളോ കൊടുക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്നതും. ക്ലിയർ ആണോ? ഫസ്റ്റ് കൊടുക്കുമ്പോ അവിടെ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അല്ലെ? പക്ഷെ എന്ത് ചെയ്യാ, നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ കൊടുക്കുമ്പോ ന്യൂറോൺസ് ഫയർ ചെയ്ത് അവിടെ ആ ന്യൂറൽ പാത്വേ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വാട്ട് ആർ തോട്ട് പാറ്റേൺസ്? തോട്ട് പാറ്റേൺസ് ആർ റിപ്പീറ്റഡ് ഓട്ടോമാറ്റിക് വേസ് ദ മൈൻഡ് തിങ്സ്. മൈൻഡ് ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, റിപ്പീറ്റഡ്ലി തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളെയാണ് തോട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ദേ ആർ ഷേപ്ഡ് ബൈ. ഇതെങ്ങനെയാ, എന്തേലും പറഞ്ഞോ?
ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളിൽ ഈ തോട്ട് ഉണ്ടാകുന്നത്? പല തരത്തിലുള്ള തോട്ടുകൾ ഉണ്ടാവില്ലേ? തോട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇനി ഏർലി എക്സ്പീരിയൻസസ്, അതിനൊരു ഫാക്ടറാണ് എന്ത്? ഏർലിജിൽ കയറി ഒരു കുട്ടി സ്റ്റേജിൽ കയറി, അവൻ എന്ത് പറ്റി? അവനൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അപ്പൊ നോർമലി ബാക്കിയുള്ളവരെ കളിയാക്കി. അപ്പൊ നോർമലി അവൻ എന്ത് ചിന്ത വരും? ഞാൻ ഇനി എപ്പോ സ്റ്റേജിൽ കയറിയാലും അല്ലെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതോടെ അവന്റെ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടാണ്. പക്ഷെ അവന് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ അവന്റെ ഒരു പ്രോബ്ലം അവിടെ മാറ്റപ്പെടും. പക്ഷെ അതല്ല, അങ്ങനെ ഒരു സാഹചര്യം അവിടെ നടന്നിട്ടില്ല എങ്കിൽ അവന്റെ ഉള്ളിൽ ആ ഒരു ചിന്ത കയറിക്കൂടും അല്ലെ? അപ്പൊ ഏർലി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു റീസൺ ആണ്. ദെൻ ഫാമിലി ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഫാമിലിക്ക് ഒരു വലിയ പങ്കുണ്ട് അല്ലെ? എന്താ, വീട്ടിലെ മക്കളോട് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാവോ? അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം? ഒന്നുമില്ലാന്ന് മാത്രം പറയരുത്. രണ്ട് പേരക്കുട്ടികളെ എപ്പോഴും വികൃതിയാ. കസേരയിൽ കയറരുതെന്ന് പറയും. പക്ഷെ രണ്ടും പെടഞ്ഞ് കയറി. ഇന്നൊരാൾ വീണ് കഴിഞ്ഞപ്പോൾ ആദ്യം എടുത്ത് ഒന്ന് കുഴപ്പമില്ലാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വടി എടുത്തിട്ട് ഇനി ഇതുപോലെ ചെയ്താൽ കഴിയുമെന്ന് പറയും. അത് നെഗറ്റീവാണ്. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ വീഴ്ച പലപ്പോഴും എന്നെ ബുദ്ധിമുട്ടിലാക്കും. മാം സ്റ്റോപ്പ് ചെയ്തതാണോ കട്ടായി പോയതാണോ? അല്ല, ഞാൻ ഇന്ന് ചെയ്തത് തെറ്റാണ്, മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള ഒരിതാണ്. പക്ഷെ അവരുടെ ആ കുസൃതി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് വടി എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചെയ്യാതെ നിവൃത്തിയില്ല ചില ഘട്ടങ്ങളിൽ. അതെ അതെ, അല്ല ചില ഘട്ടങ്ങളിൽ നമുക്കത് ചെയ്യാതെ നിർവാഹം ഇല്ല. ചില പണിഷ്മെന്റ് വേണം അല്ലെ? അത് തലയിടിച്ചാണ് വീഴുന്നത് ഇപ്പോഴും. അത് 1.25 വയസ്സുകാരൻ്റെ കയറ്റമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തിൽ വല്ല തെങ്ങ് കയറ്റോ അങ്ങനെ വല്ലതും ആയിരിക്കും, അതിൻ്റെ തുടർച്ചയായിരിക്കും എന്ന് വിചാരിക്കും. മറ്റേവൻ ഒരു രക്ഷയില്ല. അവൻ കാണിച്ചു കൊടുക്കും, ഇവനത് അനുകരിക്കും. അങ്ങനെ രണ്ടും കൂടെ ഭയങ്കര വികൃതിയാണ്. മൂത്താണ് 4 വയസ്സ്. ഓക്കെ, അപ്പൊ അതായത് കുട്ടികൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഫാമിലി ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, അതിലൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാനില്ല. കുട്ടിക്ക് അറിയാം ഞാൻ തെറ്റ് ചെയ്തു അല്ലെ? പക്ഷെ അതുപോലെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഫാമിലിയിൽ ചില ഫാമിലികളിൽ പറയും എന്താണ്, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായ കാര്യമാണ്. കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ട് വളരുന്ന ഒരു കുട്ടിയുടെ മൈൻഡിൽ എന്തായിരിക്കും? പണം ഉണ്ടാക്കുന്നത് ഈസി ആണെന്നൊരു ചിന്ത ഉണ്ടാവുമോ? ഇല്ല. ഇല്ല. അവന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞോളൂ. പേടി ഉണ്ടാവും എപ്പോഴും. പണം വരുമ്പോൾ കുട്ടിക്കൊരു പേടി ഉണ്ടാവും. പക്ഷെ പണത്തെ അങ്ങനെ ഒരു ഇത് പാടില്ല, ചിന്ത പാടില്ല. പക്ഷെ ചില ഫാമിലികളിൽ അങ്ങനെ പറയുന്നവരുണ്ട്, നമ്മൾ എത്ര ശ്രമിച്ചാലും അത് കിട്ടില്ല, അത് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നോർമലി എന്ത് വരും, എന്ത് ചിന്ത വരും? പണം ഉണ്ടാക്കുക എന്നുള്ളത് വലിയ പാടാ, പിന്നെ ഞാൻ എന്തോരം പാടുപെടാൻ പോയാലും അത് ഉണ്ടാവാനും പോണില്ല. നോർമലി എങ്ങനെയാവും? അവൻ വലിയ പണിയൊന്നും എടുക്കാതെ വലിയ പാടൊന്നും പെടാതെ ഉള്ളതുപോലെ അങ്ങനെ പോവാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അപ്പൊ അത് നമ്മുടെ തോട്ട് പ്രോസസിന്റെ ഒരു കാരണമായില്ലേ? നെഗറ്റീവ് തോട്ട് അവിടെ വരുന്നതിനൊരു റീസൺ ആയി. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് കാണുന്ന പ്രശ്നങ്ങളാണല്ലോ. അതായത് കമ്പാരിസൺ വിട്. ഏതെങ്കിലും ഒരു കുട്ടി മാത്സിലോ എന്തിലെങ്കിലും മോശമാണെങ്കിൽ പല ടീച്ചേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, മോശമാണ് അല്ലേ? വിമൽ സാറ് ചിരിക്കുന്നുണ്ട്. എവിടേക്കോ എന്തൊക്കെയോ ഒരു വശപ്പശക്ക് ഞാൻ കാണുന്നു. അത് ക്ലാസ്സിലൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സിലത് എൻഗ്രേവ്ഡ് ആവും. അതാണ്. അപ്പോ ഞാൻ സത്യത്തില് എനിക്ക് എന്താ പറയാ, ഞാൻ ഫസ്റ്റ്, അതായത് എന്റെ 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇന്നും എന്റെ മനസ്സിൽ അതൊരു വിങ്ങലാണ്. ആ കുഞ്ഞിനെ കാണുകയാണെങ്കിൽ ഞാൻ ഒരു സോറി പറയാൻ ഞാൻ തയ്യാറാണ്.
എന്റെ മെച്യൂരിറ്റി കുറവോ അറിവില്ലായ്മയോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, അശ്വതി എന്നായിരുന്നു പേര്, ചെറിയ കൊച്ച്. ഒരു ദിവസം ഭയങ്കര കരച്ചില്, അമ്മേനെ കൂട്ടിയാ വന്നേക്കണത്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറയാണ്, സഫ്ന മിസ്സിന് എനിക്ക് പേടിയാന്ന്, എന്നെ പേടിയാ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ ഈ കൊച്ചെങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഇരിക്കേ ഇല്ല, അടങ്ങി ഒതുങ്ങി ഇരിക്കൂല, ഈ ഓട്ടം തന്നെ ഓട്ടം. അപ്പൊ എന്റെ മെച്യൂരിറ്റി കുറവോ എന്താ പറയാ, എന്തുകൊണ്ടൊക്കെയോ ഞാൻ കൊച്ചിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് റിയലൈസ് ചെയ്തു, അത് ഞാൻ ചെയ്യാൻ പാടില്ല. പക്ഷെ ഇന്നും എന്റെ ഉള്ളിൽ ആ ഒരു സങ്കടമുണ്ട്. ആ കുഞ്ഞിനെ കാണുകയാണെങ്കിൽ മോളെ സോറി, അത് എവിടെയെങ്കിലും കുഞ്ഞിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അന്നുണ്ട് അവളുടെ ഭാവിയിലേക്ക് എവിടെയെങ്കിലും ഞാൻ മൂലം. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എമ്പതി ഉള്ളവരായിരിക്കണം. എമ്പതി എന്നവർ ഭയങ്കര എമ്പതി ഉള്ളവരായിരിക്കണം. അവർക്ക് എന്താ പറയാ, കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവർക്ക് വേണം. അങ്ങനെയുള്ളവരാണ് ഈ പ്രൊഫഷനിൽ മാക്സിമം നിൽക്കാവുള്ളൂ. ശരിയല്ലേ? ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, ഞാനത് ഇവിടെ എവിടെയോ എഴുതി വെച്ചായിരുന്നു. ഒരു സെക്കൻഡേ. ആ, ചിൽഡ്രൻ ആർ ലൈക്ക് ബർഡ്സ് ഇൻ എ ഗാർഡൻ. ചിൽഡ്രൻ ആർ ലൈക്ക് ബർഡ്സ് ഇൻ എ ഗാർഡൻ ആൻഡ് ഷുഡ് ബി കെയർഫുള്ളി ആൻഡ് ലവിംഗ്ലി നർച്ചേർഡ്. കുട്ടികൾ എന്ന് പറയുന്നത് ഒരു തോട്ടത്തിലെ മുകുളങ്ങളാണ്. അവരെങ്ങനെ പരിപാലിക്കണം? വളരെ സ്നേഹത്തോടു കൂടി, അല്ലെ? വളരെ സ്നേഹത്തോടു കൂടി വേണം നമ്മൾ അവരെ പരിപാലിക്കാൻ. ആസ് ദേ ആർ ഫ്യൂച്ചർ ഓഫ് ദി നേഷൻ ആൻഡ് സിറ്റിസൺ ഓഫ് ടുമോറോ. അത് ഞാൻ എപ്പോഴോ കണ്ട ഒരു വാചകം. പക്ഷെ എനിക്ക് ആവശ്യം വരുമ്പോ അത് മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് സ്റ്റാറ്റസ് ഇടും. കാരണം ടീച്ചേഴ്സ് എല്ലാവരും കണ്ടോട്ടെ. കാരണം പല ഇൻസിഡൻസും നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ സ്കൂളിലും ഒക്കെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിൽ എന്നിൽ നിന്നും ഉണ്ടായിപ്പോയ ആ ഒരു ഇതിന്റെ പേരില്, മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്നതിന്റെ പേരിൽ ആർക്കെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടായെങ്കിലോ എന്ന് കരുതി ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലും കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ എവിടെയെങ്കിലും 1 2 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ നേരെ ഷൗട്ട് ചെയ്യുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവും. എന്താന്ന് പറയാമോ? പെർഫെക്ഷനിസം, അതായത് ഞാൻ ഫുൾ മാർക്ക് മേടിച്ചാലേ ഞാൻ പെർഫെക്റ്റ് ആവുള്ളൂ എന്നുള്ളൊരു ചിന്ത ചില കുട്ടികളിലാണെങ്കിലും വന്നു പോകാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമോഷണൽ മെമ്മറീസ്. അതായത് ആരെങ്കിലും ചതിച്ചാല്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു വിശ്വാസവഞ്ചന കിട്ടിയാല്, പലരിലും നമുക്ക് ആ ഒരു വിശ്വാസവഞ്ചന തോന്നില്ലേ? തോന്നും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തീർച്ചയായും. തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ റീല് നോക്കിക്കൊണ്ടിരുന്നപ്പോ സിംഗർ അമൃത സുരേഷിനെയും അഭിരാമി സുരേഷിനെ അറിയില്ലേ? അപ്പൊ അഭിരാമി സുരേഷ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ചേച്ചിയുടെ ലൈഫിൽ കണ്ട ആ അത്രയും പ്രോബ്ലംസ് വെച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരിക്കും ആ ഒരു ഇഷ്യൂസ് ഒക്കെ. ബാല കണ്ട് ആ കുട്ടിക്ക് അന്ന് 12 വയസ്സ്, എന്താണ് ചെറുപ്പമായിരുന്നു. ആ കുട്ടിക്ക് ഉണ്ടായ ഒരു ട്രോമയാണ്. അതായത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വരുന്നത് എന്താ? ഡിവോഴ്സ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കല്യാണം എന്നൊരു കാര്യം പറയുമ്പോഴേക്കും വരുന്നത് ഡിവോഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും എന്താണ്, നമ്മളുടെ തോട്ടിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു റീസൺ ആണ്. ദെൻ റിപ്പീറ്റഡ് റിയാക്ഷൻസ്. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി നോർമലി ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? അത് പുള്ളിയുടെ ഒരു ഹാബിറ്റ് ആയിട്ട് അവിടെ മാറാണ്. കാരണം എന്താണ്, ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോഴും ആര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും? ആ ന്യൂറോൺസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അപ്പോ അവിടെ ഒരു ന്യൂറൽ പാത്വേ വന്നിട്ട് എപ്പോഴും പുള്ളി എങ്ങനെയായിരിക്കും? ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ. അതെ, എന്താണെങ്കിലും പുള്ളി ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് തോട്ടും തോട്ട് പാറ്റേൺസും. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതും കിട്ടിയില്ലേ? ഇതൊക്കെ പറഞ്ഞു പോകുമ്പോ ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഓക്കെ, ദെൻ ഇനി കോമൺ ആൻഡ് ഹെൽപ്ഫുൾ തോട്ട് പാറ്റേൺസ്. നമ്മളിൽ കോമൺ ആയിട്ട് വരുന്ന ടെക്സ്റ്റിലെ ഷൈനി മാമിനും ചന്ദ്രകല മാമിനും കിട്ടിയിട്ടില്ല, അത് അടുത്ത ദിവസം തന്നെ കിട്ടൂട്ടോ. ഇനി നമുക്ക് വേണ്ടാത്ത കുറെ ചിന്തകൾ വരും. ഓവർ തിങ്കിങ്. ഇനി പറയണോ എന്താന്ന്?
വേണ്ടാതെ കുറേ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ ആലോചിച്ചിട്ട് പോയിന്റ് കോമൺലി കോമൺ അൺഹെൽപ്ഫുൾ തോട്ട് പാറ്റേൺസ്, അതായത് നമുക്ക് അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് നമുക്കറിയാം അല്ലെ, വേണ്ടാതെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്നാ അതിനൊരു സൊല്യൂഷൻ കിട്ടുമോ? സൊല്യൂഷൻ ഒട്ട് ഇല്ല എന്താനും. അതാണ് ഓവർ തിങ്കിങ്. ദെൻ നെക്സ്റ്റ് വരുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് എല്ലാവരും പറഞ്ഞേ. ആർക്കും നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇല്ല? എനിക്കത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. ചെറിയ കാര്യമായിരിക്കും. പറയാൻ പറ്റില്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാലും മതി കേട്ടോ സദ്ദാമ. ചാറ്റ് ബോക്സ് ആ ഉപയോഗിക്കാം. അതെ, പറയാൻ പറ്റിയാലും മതി. ബാക്കിയുള്ളവർക്ക് അറിയാലോ എനിക്ക് മാത്രല്ല ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത്, ബാക്കി എല്ലാവരും ഇതുപോലെയാണെന്ന്. ഓക്കെ, എന്നാ എങ്കിൽ പറയണ്ട, നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. അപ്പൊ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, എന്താണ് എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ. ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ ശരിയാവില്ല, ഞാൻ ഇതിൽ പൊട്ടിപ്പോയാൽ ആളുകൾ എന്നെ കളിയാക്കും അല്ലെ, പിന്നെ എനിക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, അങ്ങനെ 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 നിരവധി എണ്ണി നോക്കിയാൽ കിട്ടാത്തത്ര നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവും. പക്ഷെ അതാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കണുണ്ടാവില്ല. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ മറ്റുള്ളവരെ എന്ത് തോന്നും, അവരുടെ മനസ്സിൽ അവരെന്ത് പറയും, അതെ അതെ, അതെല്ലാം ഇതിൽ പെടുന്നതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, നമ്മളുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു കറക്റ്റ് കാര്യമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ പലപ്പോഴും അതാണ് അങ്ങനെ സംശയം വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംശയം വന്നാൽ എന്ത് ചെയ്യണം? നമ്മളത് അവെയർ ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മളത് തിരിച്ചറിയാം. അതായത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. വേണ്ടേ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഞാനൊന്ന് അവെയർ ചെയ്യുക. അപ്പൊ ഇതാണ് എന്റെ പ്രശ്നം, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതാണ് എന്റെ പ്രശ്നം എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? എനിക്ക് വരണം. ഓക്കെ ആണോ? ഞാൻ ആ പ്രോബ്ലത്തെ അവെയർ ചെയ്യുക. അവെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചിന്തിക്കണം? എന്തിനിപ്പോ മറ്റുള്ളവരെ ഞാൻ നോക്കണത്? വേറെ ആർക്കും ഞാൻ ദോഷകരമായിട്ട് ഞാനൊന്നും ചെയ്യണില്ല. ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട് മറ്റാർക്കും അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെയുള്ളതേ നമ്മൾ ചെയ്യാവുള്ളൂ. ശരിയല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? നെക്സ്റ്റ്, ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്നൊരു പേര് കൂടിയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ്. അതായത് ഒന്നുകിൽ അക്കരെ അല്ലെങ്കിൽ ഇക്കരെ, ഒന്നുകിൽ എക്സ്ട്രീം അല്ലെങ്കിൽ ലോ. ഒരു കുട്ടി അവന് 95% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ വിചാരിക്കുന്നത് ഞാൻ സക്സസ് ആണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ്? ഫെയിലാണ്. ഒരു കുട്ടി അങ്ങനെ വിശ്വസിക്കുകയാണ്. അതാണ് എന്ത് പറയുന്നത്? ഓൾ ഓർ നത്തിങ്. അതായത് പെർഫെക്റ്റ് ആയിരിക്കണം. അവര് വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? അവര് പിന്നെ ഇല്ല, മരിക്കുന്നല്ല, അവരുടെ ചിന്തകളെല്ലാം മോശമായിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോ ഈ ഒരു തോട്ടുള്ള ഒരാള് ഡയറ്റ് ചെയ്യാന്ന് കരുതിക്കോ. ഡയറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ മനുഷ്യനാണ്, കാണുമ്പോ അറിയാതെ ഒരു ചോക്ലേറ്റ് കഴിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ ആ പുള്ളി എന്ത് ചെയ്യും? പറയും. കേട്ടിട്ട് കാര്യമില്ലല്ലോ. ഒന്നുകിൽ എക്സ്ട്രീം ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഡയറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യണ? അറിയാതെ ഒരു ചോക്ലേറ്റ് കഴിച്ചു പോയി, അയാൾക്ക് ഈ ഒരു കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, ഈ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പുള്ളി എന്ത് ചെയ്യുമായിരിക്കും? ഭയങ്കര ടെൻഷനായിരിക്കും, വെയിറ്റ് കൂടുമോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളി ഡയറ്റ് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഫുൾ കറക്റ്റ് ഡയറ്റ് ആയിരിക്കും. എക്സ്ട്രീം ആയിരിക്കും പുള്ളി. ഒരു ചോക്ലേറ്റ് കഴിച്ചപ്പോ എന്താ അതിന്റെ നടുക്ക് നിൽക്കുക, അതായത് ഈ വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും നടുക്കൊരു ഗ്രേ ഇല്ലേ, ആ ഗ്രേ അവര് കാണൂല. ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്, ഇതിന്റെ നടുക്കുള്ള ഒരു കളറും
അവര് കാണൂല. ഒന്നുകിൽ ഞാൻ ഫുൾ ഡയറ്റിലാണ്, ഇനി അതിന് പറ്റിയില്ലേ ഞാൻ എല്ലാം കഴിക്കും. മനസ്സിലായോ? ആശാന്റെ നെഞ്ചത്തും കളരി. ആ, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരി. അപ്പോ ഡയറ്റിൽ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ കഴിച്ചു പോയ പിന്നെ പുള്ളി അതും കഴിക്കും ഇതും കഴിക്കും. അതായത് എനിക്കത് പറ്റില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു പ്രശ്നം പുള്ളി എങ്ങനെ തീർക്കും? ഫുള്ള് കഴിച്ച് 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 കിട്ടാവുന്ന ജങ്ക് ഫുഡ്സും അതും ഇതും എല്ലാം കഴിച്ച് പുള്ളി അത് സെറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് അസംഷൻസ്. അതിനെ ജമ്പിങ് ടു കൺക്ലൂഷൻസ് എന്നുകൂടി പറയും. ജമ്പിങ് ടു കൺക്ലൂഷൻസ്. എഴുതിയോ? ജമ്പിങ് ടു കൺക്ലൂഷൻസ്. അതായത് എന്താണ്? മുൻകൂട്ടിയുള്ള തീരുമാനങ്ങൾ, മുൻകൂട്ടി അവരെന്ത് ചെയ്യും? അങ്ങ് വിധി എഴുതും. അതിൽ 2 എണ്ണം ഉണ്ട്. ആദ്യത്തെയാണ് മൈൻഡ് റീഡിങ്. മൈൻഡ് റീഡിങ്. ഓക്കെ, മൈൻഡ് റീഡിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് പറഞ്ഞു നോക്കി എന്തായിരിക്കും? മറ്റൊരാളുടെ, നമ്മുടെ അല്ല കേട്ടോ, മറ്റൊരാളുടെ അല്ലെ, മറ്റൊരാളുടെ ആണല്ലോ നമ്മൾ മൈൻഡ് റീഡിങ് എന്ന് പറയുള്ളൂ. അതായത് ഞാനിപ്പോ വഴിയെ നടന്നു പോവാണ്, എനിക്കൊരു പ്രശ്നമുണ്ട്, മൈൻഡ് റീഡിങ് പ്രോബ്ലം ഉണ്ട്, അസംഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? വഴിയെ നടന്നു പോകുമ്പോ എന്റെ ഒരു ഫ്രണ്ട് അവിടെ തിരിച്ചു വരാം, ഞങ്ങൾ ഇങ്ങനെ പോയി. പക്ഷെ ഞാൻ കണ്ടു അയാളെ, ഞാൻ കണ്ടു, പക്ഷെ ആ ആൾ എന്നെ കണ്ടിട്ടില്ല, മിണ്ടിയില്ല. ഞാൻ എന്ത് വിചാരിക്കും? അവന് എന്തോ പ്രശ്നമുണ്ട് എന്നോട്, അതുകൊണ്ട് അവൻ മിണ്ടിയില്ല. ഓക്കെ, അവന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവൻ എന്നോട് മിണ്ടിയില്ല, ഇനി ഞാൻ അവനോട് മിണ്ടില്ല. ഒരു എവിഡൻസും ഇല്ല അതിന്. അവൻ എന്നെ കണ്ടു എന്ന് എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഞാൻ മുൻകൂട്ടി അങ്ങ് ഞാൻ തീരുമാനിച്ചു, എന്നെ കണ്ടു, മിണ്ടിയില്ല എന്നുള്ളത് ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. അതിനെയാണ് അസംഷൻ എന്ന് പറയുന്നതും അസംഷനിൽ വരുന്ന ഒന്നാണ് ഇത് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് ഫോർച്യൂൺ ടെല്ലിംഗ്. ഫോർച്യൂൺ ടെല്ലിംഗ് അതായത് ഭാവിയിൽ വരുന്ന കാര്യം മോശമാണെന്ന് നേരത്തെ കൂട്ടി അങ്ങ് തീരുമാനിക്കും. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫോർച്യൂൺ ടെല്ലിംഗ് പറയാറുണ്ടോ? ഭാവിയിൽ വരുന്ന കാര്യം മോശമായിരിക്കും, നമ്മൾ നേരത്തെ അങ്ങ് തീരുമാനിക്കും. വിമൽ സാർ എന്തോ പറയാൻ വരുന്നുണ്ട്, പറഞ്ഞു. ഒന്നുമില്ലേ? ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ. അതായത് ഇതെല്ലാം നമുക്കുള്ള പ്രശ്നങ്ങളാ അല്ലെ? പലപ്പോഴും ഈ പറയുന്ന പല പ്രശ്നങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് തോന്നും എനിക്ക് ഇത്രയും വലിയ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് എപ്പോഴെങ്കിലും നമ്മളുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പ്രശ്നമാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ ഈ ചിന്തകളെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും വന്നു പോകുന്നതാ. പലപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്ക് വരാറുണ്ട് അല്ലെ, ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിനെ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ എന്തെങ്കിലും ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ കാണേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു, ഏത് ഫോർച്യൂൺ ടെല്ലിംഗ് കഴിഞ്ഞു. ദെൻ അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ അതിനെന്താകും? വലിയ കാര്യമാക്കും. അതായത് എനിക്കൊരു പല്ലുവേദന വന്നു, ഞാൻ ഡോക്ടറെ കണ്ടോ? ഇല്ല. അഞ്ചു, ഞാൻ എന്ത് തീരുമാനിച്ചു? എനിക്ക് എന്തോ മാരകമായ അസുഖമാണ്. അതിനെ ഒത്തിരി നിങ്ങൾ help ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ചെയ്യുന്ന ഒരു മാമനാണ് മാമ. കഴിഞ്ഞ ദിവസം ഞാനൊരു കോമഡി കേട്ടു. ഇപ്പൊ ചന്ദ്രകല മാം പറഞ്ഞപ്പോഴാണ് അത് ഓർക്കണത്. ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ടീം ഒരു 45 ലക്ഷം രൂപ വെള്ളത്തിൽ പോയി. ഏതോ ട്രേഡിങ്ങിൽ എന്തിലോ ഇട്ടതാണ്. അപ്പൊ എന്താ അതിലിടാൻ കാരണം? ജെമിനിനോട് ചോദിച്ചപ്പോ പറഞ്ഞു ആ ഓക്കെയാണ്, ഇട്ടോളാൻ പറഞ്ഞത്. റീസൺലി കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം. ജെമിനിനോട് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഓക്കെയാന്ന് പറഞ്ഞു. അപ്പൊ
ഞാനും ചിരിച്ചു. ഇപ്പൊ ചന്ദ്രകലാമം ചിരിച്ചതുപോലെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒച്ചയിൽ ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ അതായത് മറ്റൊരാളുടെ നഷ്ടത്തില് സന്തോഷിച്ചതല്ല, പക്ഷെ ചെന്ന് വിട്ട സാഹചര്യം, ആരാണ് ഇൻഫോർമേഷൻ കൊടുത്തത്, ആരുടെ ഇൻസ്ട്രക്ഷൻ കേട്ടിട്ടാണ് ഇതിന് പോയത്, അവിടെയാണ്. ഓക്കെ, അപ്പോ ഈ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും നിസ്സാര കാര്യം മതി അത് വലിയ സംഭവമായിട്ട് വിചാരിക്കും. അതിന് എവിഡൻസ് ഒന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? ഇല്ല. ഇതെല്ലാം കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനിലുള്ള സംഭവങ്ങൾ, അതായത് നമ്മളെ ചിന്തയിലുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഉണ്ട് എന്ന് തോന്നും, പക്ഷേ ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ ഡെയിലി ലൈഫിനെ, നമ്മുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊരു പ്രോബ്ലം ആവുള്ളൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വാട്ട് ആർ ബിലീഫ്സ്? എന്താണ് വിശ്വാസങ്ങൾ? ചിന്തകൾ പോലെയാണോ വിശ്വാസങ്ങള്? എന്താ ചിന്തയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താ? നമ്മുടെ വിശ്വാസത്തിന്റെ ബേസിലായിരിക്കും. എന്ന് പറയുന്നത് അടി ഉറച്ചതാണ് അല്ലെ? ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് മാറി മറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്നോട് വന്ന് എന്താ പറയാ, ഞാനൊരു നെഗറ്റീവ് തോട്ടിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് മേരി കുഞ്ഞുമ്മ വന്ന് എന്നോട് പറയണ, അങ്ങനെയല്ല മോളെ ഇങ്ങനെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, അപ്പൊ കുറച്ചു നേരത്തേക്ക് ഇനി ഉണ്ടാവും, എനിക്ക് എന്റെ ചിന്തയിൽ അല്പം മാറ്റമുണ്ട്, പക്ഷെ വിശ്വാസം അവിടെ അതുപോലെ നിൽക്കുന്നുണ്ടാവും അല്ലെ? അതാണ് ചിന്തയും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ആകാശവും മേഘവുമായിട്ട് എടുത്താല് മേഘം ആരായിരിക്കും? ചിന്ത. ചിന്തയായിരിക്കും. പക്ഷെ ആകാശം എങ്ങനെയാണ്? അത് അവിടെ ഇങ്ങനെ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ ഈ ബിലീഫ്സ് എങ്ങനെയൊക്കെയാണ്? എബൌട്ട് യുവർ സെൽഫ്, നമ്മളെ കുറിച്ചിട്ട് നമുക്കൊരു ബിലീഫ് ഉണ്ട്, ശരിയല്ലേ? എബൌട്ട് അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് നമുക്കൊരു. എബൌട്ട് ലൈഫ്, ലൈഫിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ബിലീഫ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്. എബൌട്ട് യുവർ സെൽഫ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്. എന്താണ്? എനിക്കിതിന് കഴിയില്ല. എബൌട്ട് അതേഴ്സ്, പീപ്പിൾ വിൽ ടെക്സ്റ്റിലെ കയ്യില് രണ്ട് കുഞ്ഞാടുകൾക്ക് ടെക്സ്റ്റ്. പീപ്പിൾ വിൽ ജഡ്ജ് മീ. അതെടുത്താ കയ്യിൽ വെച്ചൂടെ നിങ്ങക്ക്? എന്തിനാ അതിനെ മാറ്റി വെച്ചേക്കണേ? പീപ്പിൾ വിൽ, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ദെൻ എബൌട്ട് ലൈഫ്, തിങ്സ് നെവർ വർക്ക് ഔട്ട് ഫോർ മീ. എന്റെ കാര്യങ്ങൾ ഒന്നും എന്താ ശരിയാവൂല. ഇതൊക്കെ നമ്മളുടെ വിശ്വാസങ്ങളാണ്. എങ്ങനെയാണ് ഈ വിശ്വാസങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത്? സാഹചര്യം ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ തുടങ്ങാറ് ഒരു 45 കിട്ടിക്കഴിഞ്ഞാൽ പറയും ബാക്കി 5 എവിടെ. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഈ 45 കിട്ടാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടി, അതുകൊണ്ട് ഈ അച്ഛൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ എന്ന്. പക്ഷെ പേടി കാരണം ഒന്നും പറയാൻ പറ്റില്ല, അടി വാങ്ങിച്ച് പോവുക തന്നെ. 45 കിട്ടിയാലും അടി കിട്ടും. ഫുൾ മുകളിലും താഴെ ഒരു മാർക്കാണെങ്കിൽ അച്ഛൻ ഹാപ്പി. മാർക്ക് പോലും നഷ്ടപ്പെടാതെ മുകളിലും താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ രീതിയിലാക്കാൻ, അത് ഭയങ്കര സ്ട്രഗിൾ തന്നെയായിരുന്നു. അപ്പോൾ ആ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് കിട്ടിയാലും എൻ്റെ മാർക്ക് എത്രയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതും കഴിഞ്ഞ് പക്ഷെ അതിന് നെക്സ്റ്റ് ഡേ ഒപ്പൊന്നും ഇട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ
ടീച്ചറിനോട് ബാക്കിയുള്ള കുട്ടികള് കൊണ്ടുപോയി എൻ്റെ അച്ഛൻ മാത്രം അത് ഇതാക്കാൻ നല്ല മോളാ ചെയ്തു. ആ ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സബ്ജക്ട് തന്നെ ആയി. അതുകൊണ്ട് എനിക്കൊരു വാശിയും കൂടെ പിന്നെ മനസ്സ് വേദനിച്ച് ഫീൽ ചെയ്തോ? ആ കുഞ്ഞു മനസ്സിന്റെ വേദന ആർക്കെങ്കിലും ഫീൽ ചെയ്തോ? ചുമ്മാ തലയാട്ടരുത്. എമ്പതി ഇല്ലേ ആർക്കും? ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു ടീച്ചറാണ്. കാരണം ആ കുഞ്ഞ് അവിടെ നിൽക്കുന്നതും കണ്ടോ കണ്ണില്? ആ കുഞ്ഞ് ആ പേപ്പറായിട്ട് നിൽക്കുന്നതും കരയുന്നതും അല്ലെ? അപ്പൊ അതാ പറയുന്നത്, എപ്പോഴും നമ്മൾ ഭയങ്കര എന്താ പറയാ ദയുള്ളവരായിരിക്കും. അത് മക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും, ഭാര്യ ഭർത്താവിനോടാണെങ്കിലും, ഭർത്താവ് ഭാര്യയോടാണെങ്കിലും, എന്താ പറയാ അച്ഛൻ അമ്മ, എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇനി പുറത്തുള്ളവരാണെങ്കിലും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, മാന്യമായി ദയോടുകൂടി പെരുമാറുക, അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോ എവിടെ നിൽക്കുന്നു? ബിലീഫിൽ നിന്നും. അതെ. അപ്പൊ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ചിന്തകൾ വന്നു, ആ ചിന്തകൾ എവിടെ ചെന്നു? നമ്മുടെ മൈൻഡിന് 3 ഭാഗങ്ങൾ ഉണ്ട്, അറിയോ? ഈഗോ ഒക്കെയാണോ? ഈഗോ, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, ഇത് അതല്ല, സൂപ്പർ ഈഗോ ആയിരുന്നു. സൂപ്പർ ഈഗോ അതല്ല. 3 സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, നമുക്ക് കിട്ടുന്ന അറിവുകള്, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടുന്ന എല്ലാം ചെന്ന് കൂടുന്നത് എവിടെയാ? സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെല്ലുന്നത്. ഓക്കെ, ഇവരെല്ലാവരും ചെന്ന് നിൽക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യും? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കും. നേരത്തെ പറഞ്ഞില്ലേ ബ്രെയിനിന് കുറെ ഇതുണ്ടെന്ന്, മറ്റേ അമിഗ്ഡാല, പിന്നെ ആരായിരുന്നു? അതാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. അതെ അതെ, ചിന്തകളെ നോക്കും, ഇമോഷൻസിനെ നോക്കും, അല്ലെ? മറ്റേ ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡില്ലേ, ഓട്ടോ പൈലറ്റ് മോഡ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ബ്രെയിനിൽ പല പല ഡ്യൂട്ടീസ് ഉള്ളത് പോലെ മൈൻഡിനെയും പല പല ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോ ഇരിക്കുന്നത് കോൺഷ്യസ് മൈൻഡില്, നിങ്ങളൊക്കെയോ എവിടെ ഇരിക്കണം? കോൺഷ്യസിലാണോ, സബ് കോൺഷ്യസിലാണോ, അൺകോൺഷ്യസ്? എല്ലാവരും കോൺഷ്യസിൽ തന്നെ, ബോധത്തിൽ തന്നെ ഉണ്ടല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നു, നിങ്ങൾ എന്നോട് പറയുന്നു, അപ്പൊ കോൺഷ്യസ് മൈൻഡിലാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റീകോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഉണ്ടായിരിക്കുന്ന വിശ്വാസങ്ങള്, എക്സ്പീരിയൻസസ്, അതെല്ലാം ഉള്ളത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു, വേണ്ട, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ ഒരു കാർ ഓടിക്കുന്നു. കാർ ഓടിക്കുമ്പോ ഞാൻ കോൺഷ്യസിൽ ഇരുന്നാലാണല്ലോ എങ്ങോട്ട് തിരിക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആദ്യമൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഭയങ്കര സ്ട്രെസ്. നിങ്ങൾ അങ്ങനെയല്ലേ? ഫസ്റ്റ് ടൈം വണ്ടി ഓടിക്കുമ്പോ നമ്മൾ ക്ലച്ച്, ബ്രേക്ക്, ഇതെല്ലാം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ, അതായത് ഒരാൾ സംസാരിക്കുമ്പോൾ മിണ്ടല് വണ്ടി ഇപ്പൊ കയ്യിൽ നിന്ന് പോവും, അല്ലെ? ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് കഴിഞ്ഞ് പോകെ എന്ത് സംഭവിക്കും? വണ്ടി ഓടിക്കുന്നു, ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു, ഒരു കൈ കൊണ്ട് അത് എടുക്കുന്നു, അല്ലെ? പല പല പണികളാണ്. കാരണം ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് പഠിച്ചു കഴിഞ്ഞു. കിട്ടിയോ? അപ്പോ അതായത് നമുക്കുള്ള അറിവുകൾ ചെന്നുപെടുന്നത്, നമുക്കുള്ള വിശ്വാസങ്ങൾ ചെന്നുപെടുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ഓക്കെ, അവിടെ നിന്നാണ് നമ്മൾ ഒരു കാര്യം കിട്ടുമ്പോൾ ഇതിനെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിച്ച് വരുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ. വിശ്വാസം, റിപ്പീറ്റഡ് എക്സ്പീരിയൻസസ്.
റിപ്പീറ്റഡ് എക്സ്പീരിയൻസസ്. ഒരു തവണ സ്റ്റേജിൽ കയറി, 2 തവണ സ്റ്റേജിൽ കയറി, 3 തവണ സ്റ്റേജിൽ കയറി, പാളിപ്പോയി. നോർമലി എന്ത് വരും? എന്റെ ഉള്ളിൽ എനിക്കൊരു വിശ്വാസം വരും, ഞാൻ ഇനി എത്ര ചെയ്താലും ഇത് തന്നെ ആയിരിക്കും എന്നുള്ളൊരു ബിലീഫ്, തോട്ടല്ല, ഒരു വിശ്വാസം എനിക്ക് അവിടെ വന്നു. ദെൻ ഇമോഷണൽ ഓർ പെയിൻഫുൾ ഇവന്റ്സ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ആരെങ്കിലും ചതിച്ചാൽ നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ വരും. ഓക്കെ അല്ലേ? ദെൻ മെസ്സേജസ് ഫ്രം ഫാമിലി, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് ആൻഡ് സൊസൈറ്റി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണൽ ഇന്റർപ്രിട്ടേഷൻസ്. ഐ ഫെയിൽഡ് വൺസ് സോ ഐ ആം ബാഡ് അറ്റ് ദിസ്. ഞാൻ തോറ്റു അല്ലെ, ഞാൻ ഒരു വട്ടം തോറ്റു, അതുകൊണ്ട് ഞാൻ ഇതില് മോശമാണ്. അത് പേഴ്സണലി നമുക്ക് ഉണ്ടാകുന്ന. ദെൻ ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്. ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ്. ഒരു കുഞ്ഞ് പടം വരച്ചു കൊണ്ടുവരാണ്, LKG പഠിക്കുന്ന കുഞ്ഞ് പടം വരച്ചു കൊണ്ടുവന്നു. അവൻ പടം വരച്ചു കൊണ്ടുവരുമ്പോ നമുക്ക് അറിയാം ചിലത് നല്ല രസം ഉണ്ടാവും, ചിലത് കാണുമ്പോ ആനയാന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോ തേങ്ങ പോലെ ഇരിക്കും. എന്റെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുമ്പോഴുണ്ടല്ലോ, സീരിയസ്ലി ഞാൻ പറയണത്, ചിലപ്പോ നമ്മൾ വലിയ പണിയിൽ നിൽക്കായിരിക്കും, കൊണ്ടുവന്ന് ഉമ്മി ഉമ്മി ദേ ഞാൻ വരച്ച ഇന്നലെ കൊണ്ടുവന്ന ഇത്താത്ത എന്ന് വെച്ചാൽ അവന്റെ സിസ്റ്റർ, ദേ ഇത്താത്താനെ വരച്ചേക്ക. എന്താ? ഒരു പശുവിനെ വരയ്ക്കും പോലെ വരച്ചിട്ട് അവള് ഒരു കയറിട്ട് കെട്ടിയേക്കണം. കയറിട്ട് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മുട്ടയും വരച്ചേക്കാണ്. എന്ത്? മോളുടെ വയറിന്റെ ഉള്ളില് മുട്ട വരച്ചേക്കാണ്. അന്ന് ചോദിച്ചു ഇത് എന്താ ഇത്? അപ്പൊ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇത് ഇന്നതാണ്. ഞാൻ ഹായ് നല്ല രസമുണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. കൊച്ചിനോട് ഞാൻ പറഞ്ഞതാ. പക്ഷെ അപ്പൊ അവന് അതൊരു ഭയങ്കര സന്തോഷായി. പക്ഷെ ഞാൻ അവന് ഇത് എന്തടായി വരച്ചു, നീ എന്ത് മണ്ടത്തരടായി വരച്ചു വെച്ചേക്കണത് ചോദിച്ചാലുണ്ടല്ലോ അല്ലെ, അവന്റെ ഉള്ളിൽ എന്ത് വരും? ഞാൻ ചെയ്താലൊന്നും ശരിയാവില്ല. ചിലപ്പോ അവന്റെ ലൈഫിലെ അത് ചെയ്യില്ല. ഓക്കെ, ഇതുണ്ടായത് ഇനി ഇതുപോലെ വേറൊരാളുടെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് പുള്ളി പഠിച്ചൊരു സാറായി കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിലാണോ അത് ഞാൻ കറക്റ്റ് ഓർക്കണില്ല, പറയാണ് ചെറുപ്പത്തിൽ നന്നായി പടം വരയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എവിടെയോ കോമ്പറ്റീഷന് പോയി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല് പുള്ളിക്ക് 3rd പ്രൈസാ കിട്ടിയത്. അപ്പൊ ക്ലാസ് ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചാല്, പുള്ളിക്കാരി കുട്ടി ക്ലാസ്സിൽ വന്നപ്പോ ഒരു ചോക്ക് എടുത്ത് അവന്റെ തലക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് 3rd പ്രൈസ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരാളുടെ അനുഭവമാണത്. അപ്പൊ ചോദിക്കും എന്തപ്പോ ഇത്ര കാര്യം? പക്ഷെ ആ കുഞ്ഞു മനസ്സിനുണ്ടായ വേദന എന്ന് പറയുന്നത്, ഞാൻ ഇനി വരച്ച ശരിയാവില്ല, ഞാൻ മോശമാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടായി. വർഷങ്ങൾക്ക് ശേഷം ഒരു ക്ലാസ്സിൽ എന്തോ ചോദിച്ചപ്പോഴാണ് പുള്ളി ഈ കാര്യം അതിൽ പിന്നെ വലുതാകുന്നത് വരെ ഒരു കുഞ്ഞു പടം പോലും വരച്ചിട്ടില്ല. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ബാക്കിയുള്ള കഥ എനിക്കറിയില്ല, പിന്നെ വരച്ചോ എങ്ങനെയാന്നുള്ളത് അതിനെ കുറിച്ചുള്ള എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അതുപോട്ടെ. ഓക്കെ, അപ്പോ ഹൗ ബിലീഫ്സ് ആർ ഫോംഡ്. മനസ്സിലായോ എങ്ങനെയാണ് ബിലീഫ്സ് ഫോം ചെയ്യുന്നതെന്ന്? കിട്ടിയോ? എന്റെ നെറ്റ് പോണ്ടോ? കിട്ടി ഇടയ്ക്ക്. ഇവിടെ വലിയ പ്രശ്നമില്ലാത്തതാണ്, എന്താണോ? ഓക്കെ, ഇനി ഓക്കെ, വീണ്ടും പോയില്ലല്ലോ, ഞാനിവിടെ ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോ വിശ്വാസങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ണട പോലെ പറയാം. എങ്ങനെ പറയാം? കണ്ണട പോലെ പറയാം. കാരണം എന്താണെന്നറിയോ? അതായത് എന്റെ കണ്ണടയില് പൊടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന കാഴ്ചകൾ എങ്ങനെയായിരിക്കും? വ്യക്തമാവില്ല. പൊടി ഉണ്ടെങ്കിൽ അത് മങ്ങിയിട്ടായിരിക്കും കാണുക അല്ലെ? പക്ഷെ അത് തുടച്ച് നല്ല ക്ലിയർ ആയിട്ട് വെച്ചാലോ? ക്ലിയർ വിഷൻ. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബിലീഫ്സ്, നമുക്ക് ഉണ്ടാകുന്ന വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാല്. നമുക്ക് ഉണ്ടാകുന്ന വിശ്വാസങ്ങൾ നല്ല രീതിയിലുള്ളതാണെങ്കിൽ നമ്മളുടെ ജീവിതവും അതുപോലെ ആയിരിക്കും. അതല്ല, നമുക്ക് ഉണ്ടാകുന്നത് അധികവും നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമ്മളെ ബാക്കോട്ട് വലിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ്, തോട്ട് വേഴ്സസ് ഫാക്ട്. ചന്ദ്രല മാം, തോട്ട് വേഴ്സസ് ഫാക്ട്. തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഐഡിയ, ഒരു ആശയം, അല്ലെങ്കിൽ ഒരു അസംഷൻ, ഫിയർ ഓർ പ്രെഡിക്ഷൻ. ശരിയല്ലേ? ചിന്ത എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു ഐഡിയ ആകാം, അതൊരു പേടിയാകാം, അസംഷൻ ആകാം, പ്രെഡിക്ഷൻ ആകാം. പക്ഷെ ഫാക്ടോ?
ഇറ്റ്സ് പ്രൂവൺ. ഫാക്ട് എന്ന് പറഞ്ഞാൽ അത് പ്രൂവൺ ആയിരിക്കും. എക്സാമ്പിൾ, തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ വിൽ ഫെയിൽ. ഐ വിൽ ഫെയിൽ, ഞാൻ തോക്കും. എപ്പോൾ? അതിന്റെ ഫാക്ട് എന്താണ്? ഐ ഹാവ് എൻ എക്സാം ടുമോറോ. എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അത് ഫാക്ട് ആണ്. പക്ഷേ ഐ വിൽ ഫെയിൽ എന്ന് പറയുന്ന ഒരു ഫാക്ട് ആണോ? അല്ല. അവിടെ മാറ്റി ചിന്തിക്കാലോ. എങ്ങനെ മാറ്റി ചിന്തിക്കാം? ഞാൻ ജയിക്കും. എനിക്ക് നാളെ എക്സാം ഉണ്ട്, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റഡി ഹാർഡ്. പഠിക്കണം. പലവട്ടം വിചാരിക്കുമ്പോൾ എന്റെ ന്യൂറോൺസ് വർക്ക് ചെയ്യില്ലേ? ന്യൂറൽ പാത്വേ ഫോം ചെയ്ത് ഞാൻ പഠിക്കൂല്ലേ? അതേസമയം ഞാൻ ഐ വിൽ ഫെയിൽ എന്ന് ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തു. അതിനനുസരിച്ച് ന്യൂറോൺസ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് എന്ത് നഷ്ടപ്പെടും? കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഓക്കെ അല്ലേ? കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടും. അയാൾ എന്ത് ചെയ്തിരിക്കും? തോറ്റിരിക്കും. കാരണം കോൺഫിഡൻസ് ഓൾറെഡി പുള്ളി തീരുമാനിച്ചു ഞാൻ തോക്കും. അപ്പൊ ചിന്തിച്ച് വന്ന് ന്യൂറൽ പാത്വേ അവിടെ വന്നു. പുള്ളിക്ക് എന്ത് ചെയ്തു? കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. പുള്ളി വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. റിസൾട്ട് വരുമ്പോൾ തോറ്റു. എന്നിട്ട് എന്ത് പറയും? ഞാൻ പറഞ്ഞില്ലേ ഞാൻ തോക്കൂന്ന്. ശരിയല്ലേ? മനസ്സിലായോ? അതാണ് തോട്ടും ഫാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഫാക്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ദിസ് സ്കിൽ റെഡ്യൂസസ് ഇമോഷണൽ ഓവർവെൽം ആൻഡ് ഇൻക്രീസസ് ക്ലാരിറ്റി. തോട്ടും ഫാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യും? കൂടും അല്ലെ? ആ ഭാരങ്ങളെല്ലാം കുറഞ്ഞിട്ട് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൂടും, ക്ലാരിറ്റിയും കൂടും. ഓക്കെ. ദെൻ അവയർനെസ് ആസ് എ ടൂൾ. നേരത്തെ ബിമൽ സാർ ചോദിച്ചില്ലേ, ഇനി അങ്ങനെ ഒരു സംശയം വന്ന എന്ത് ചെയ്യൂന്ന് ചോദിച്ചായിരുന്നു അല്ലേ? ചോദിച്ചായിരുന്നോ? അതിനുള്ള മറുപടിയാണ് ഈ പറയുന്നത്. എന്താണ്? അവയർനെസ് ആസ് എ ടൂൾ, തിരിച്ചറിവാണ് അല്ലെ? നമ്മളുടെ പ്രോബ്ലം ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ എളുപ്പമുണ്ട്. വീടിന്റെ പരിസരത്ത് ഒരു എലി ഭയങ്കര സ്മെല്ല് എന്ന് പറഞ്ഞാല് ഇത് എവിടെയൊക്കെ തപ്പിയിട്ടും കാണണില്ലേ, സ്മെല്ല് മാത്രമേ കിട്ടണുള്ളൂ. കുറെ കഴിഞ്ഞിണ്ടല്ലോ തപ്പി ചെല്ലുമ്പോ ഒരു എലി ചത്ത് കിടക്കാണ്. ആ എലിനെ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടണോ സന്തോഷിക്കണം? കേക്കട്ടെ. രണ്ടും ചെയ്യണ്ട, എടുത്ത് കുഴിച്ചിട്ടാ മതി. രണ്ടും ചെയ്യണ്ട, എടുത്ത് കുഴിച്ചിട്ടാ മതി. അല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഫീല് വേണം. സന്തോഷം കിട്ടുമോ? സന്തോഷം കിട്ടും റീസൺ കണ്ടുപിടിച്ചോണ്ട്. ആരെങ്കിലും കൊണ്ടുപോയിട്ടാണ് ദേഷ്യം വരും. അല്ല, ആരും കൊണ്ടുവന്നിടണ്ട, അത് വിട്. എങ്ങനെയോ ചത്തുപോയി, അങ്ങനെ ചിന്തിക്കാം. അപ്പോ ഇത് കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഇതിനെ കൊണ്ടേ കുഴിച്ചിടണമല്ലോ എന്നുള്ള സങ്കടം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിന്റെ ഈ സ്മെല്ല് എവിടെ നിന്നാന്നുള്ളത് കിട്ടി. കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? അതിനുള്ള പരിഹാരം കണ്ടെത്തിയാൽ മതി. അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടാ മതി. ഓക്കെ അല്ലേ? അതുപോലെ നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ അവെയർ ചെയ്തു അല്ലെ? അവെയർ ചെയ്താൽ പിന്നെ മാറ്റാൻ എളുപ്പമല്ലേ? എളുപ്പമല്ലേന്ന് വെച്ചാൽ അങ്ങനെ എളുപ്പമല്ല. അവെയർ ചെയ്യുക എന്ന് പറയുന്നതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ഇനി അവയർനെസ് ആസ് എ ടൂൾ. നോട്ട് ഓൾ തോട്ട്സ് ആർ ട്രൂ. എല്ലാ ചിന്തകളും ശരിയല്ല എന്ന് വെച്ചാൽ എല്ലാ ചിന്തകളും ശരിയല്ല എന്നാണോ? അങ്ങനെയല്ല. വരുന്ന എല്ലാ ചിന്തകളും ശരിയല്ല, അതിൽ ചിലതൊക്കെ ശരിയുണ്ടാവും. ദെൻ നോട്ട് ഓൾ ബിലീഫ്സ് ആർ ഹെൽപ്ഫുൾ. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും ഹെൽപ്ഫുൾ അല്ല. ഓക്കെ. ഇനി അവയർനെസ് ഹെൽപ്സ് യു. അവയർനെസ് എന്തിനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? റെഡ്യൂസ് ഓട്ടോമാറ്റിക് റിയാക്ഷൻസ്. എന്താണ് റെഡ്യൂസ് ഓട്ടോമാറ്റിക് റിയാക്ഷൻസ്? ഓട്ടോമാറ്റിക് റിയാക്ഷൻസ് എന്താവും? റെഡ്യൂസ് ചെയ്യും. അതിന് പകരം എന്ത് കൊടുക്കണം അവിടെ നമ്മള്? റെസ്പോൺസ് കൊടുക്കണം. ദെൻ ഇംപ്രൂവ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ശരിയല്ലേ? അവെയർ ആയി കഴിയുമ്പോൾ ഇംപ്രൂവ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഗെയിൻ ക്ലാരിറ്റി ബിഫോർ ആക്ടിങ്. ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ക്ലാരിറ്റി കിട്ടും. ദെൻ അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് വിത്ത് കൈൻഡ്നസ്. അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് വിത്ത് കൈൻഡ്നസ് അതെന്താണെന്നറിയോ? അതായത് മറ്റൊരാൾക്ക് തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ചെന്നിട്ട് എന്ത് പറയും? കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല എന്ന് പറയൂലേ?
മനുഷ്യനാണ്, നമുക്ക് തെറ്റ് പറ്റും എന്നൊക്കെ നമ്മൾ അവരോട് പറയും. നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാലോ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ബ്ലെയിം ചെയ്യാം ആ, നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? നമ്മൾ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ, അത് അവെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സാരല്ല, പൊട്ടെ, മനുഷ്യനല്ലേ, ആർക്ക് തെറ്റ് പറ്റാം, ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കൈൻഡ്നെസ് നമ്മൾ നമ്മളോട് തന്നെ കാണിക്കണം. ദെൻ ബിൽഡ് ഹെൽത്തിയർ മെന്റൽ ഹാബിറ്റ്സ്. അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മളുടെ ഹെൽത്തിയർ ആയിട്ടുള്ള മെന്റൽ ഹാബിറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് മോശമായത് ഇന്നതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞാല് നമുക്ക് ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ കാണാൻ പറ്റും. തിരിച്ചറിയുക എന്നുള്ളതാണ് എന്ത്? ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? ചത്ത എലി അത് കണ്ടെത്തുക എന്നുള്ള, ആ ചത്തത്, ആ സ്മെല്ല് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതെപ്പോഴും ഓർത്തിരുന്നു. ദെൻ നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഓൾ ഓർ നത്തിങ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഒന്ന് പറയാവോ എന്താന്ന്? എക്സ്ട്രീം തിങ്കിങ്, എക്സ്ട്രീം അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ലോ. ഒന്നില്ലെങ്കിൽ അക്കരെ അല്ലെങ്കിൽ ഇക്കരെ, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, അത്രേ ഉള്ളൂ. ദെൻ ഓവർ ജനറലൈസേഷൻ. ഏതാ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാല് ജനറലൈസ് ചെയ്ത് കളയും. ഇപ്പൊ ഒരു വീട്ടിലെ ഒരാള് മോശമാണെങ്കിൽ എന്താ പറയുക? ആ വീട്ടിലുള്ളവരെല്ലാരും മോശം. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ചതിച്ചാൽ എന്ത് പറയും? ഈ ലോകത്ത് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റില്ല അല്ലെ? ഓവർ ജനറലൈസേഷൻ. ചിലപ്പോ ഒരാളിൽ നിന്നായിരിക്കും നമുക്കൊരു അനുഭവം ഉണ്ടായത്, പക്ഷെ എന്ത് ചെയ്യും? മറ്റെല്ലാ, അതായത് അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരാണ്. ഓക്കെ, അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഫോം ചെയ്യും. അതാണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു സംഭവമേ ഉണ്ടായിട്ടുള്ളൂ, ആരെങ്കിലും നിന്നും ഒരാളിൽ നിന്നേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു തവണ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോയി, ഫെയിൽ ആയിപ്പോയി. ഈ ഒരു പ്രോബ്ലം ഉള്ളവർ എന്ത് പറയും? ഇനി ഞാൻ എവിടെ ജോലിക്ക് പോയാലും ജനറലൈസ് ചെയ്യുന്നത്. ജനറലൈസ്, ഇനി എവിടെ ജോലിക്ക് പോയാലും എനിക്ക് കിട്ടാൻ പോണില്ല. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്ന ഓക്കെ അല്ലേ? ദെൻ മെന്റൽ ഫിൽറ്ററിങ്. അതായത് ബോധപൂർവം ടെൻഷൻ അടിക്കും. അതായത് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തു, നിങ്ങളിലൊരു 8 പേര് പറയാണ് അടിപൊളിയാണ്, സൂപ്പർ ആണെന്ന് പറഞ്ഞു. 2 പേര് വന്നിട്ട് എന്നോട് പറയാണ് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് എന്നോട് പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് മെന്റൽ ഫിൽറ്ററിങ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ 2 പേര് പറഞ്ഞ പ്രശ്നങ്ങളെ മുൻനിർത്തി ചിന്തിച്ച് 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 ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണോ? പക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ആ 2 പേരെന്നെ ക്രിട്ടിസൈസ് ചെയ്തത് എന്തിനാണ്? എന്തിന്റെ പോരായികകള് നികത്തി ഞാൻ നല്ല രീതിയിൽ വരാനാണെന്ന് എനിക്ക് ചിന്തിക്കാലോ അല്ലെ? അതാണ് മെന്റൽ ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. ദെൻ കാറ്റസ്ട്രോഫൈസിങ്. നേരത്തെ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു അത്? ചെറിയ കാര്യങ്ങളെ വലുതാക്കി എടുക്കുന്നു. പല്ലുവേദന വന്നാല് ഓക്കെ. ദെൻ പേഴ്സണലൈസേഷൻ. അത് എന്ത് നടന്നാലും എന്റെ കുഴപ്പം കൊണ്ടാ, എന്ത് നടന്നാലും എന്റെ കുഴപ്പം കൊണ്ടാ. വീട്ടിൽ അച്ഛന് കടം വന്നുകൂടി, എന്തുകൊണ്ടാ? ഞാൻ ജനിച്ചുകൊണ്ടാണ്, എന്റെ പ്രശ്നം കൊണ്ടാണ്. അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണോ? ഇല്ല. ആണോ? ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയത് കൊണ്ട് മഴ പെയ്തു, അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ല. ഇതൊക്കെ നമ്മളുടെ കയ്യിലുള്ള കാര്യമാണോ? അല്ല. അതായത് ഈ നാട്ടിൽ എന്ത് സംഭവിച്ചാലും, ഈ റോട്ടിൽ എന്ത് സംഭവിച്ചാലും, ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും എല്ലാം ഇങ്ങോട്ട് പോരട്ടെ, എല്ലാം എന്റെ കുഴപ്പം കൊണ്ടാണ്. അതാണ് പേഴ്സണലൈസേഷൻ. കിട്ടിയോ? അതായത് നമ്മുടെ എല്ലാ പ്രശ്നം വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ്, പക്ഷെ അതെല്ലാത്തിനും കാരണം ഞാനാണെന്ന് വിശ്വസിക്കുക. ദെൻ ഷുഡ് സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചെയ്തേ പറ്റൂ, അവൻ അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം, എനിക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുക. ഷുഡ്, അത് ചെയ്തിരിക്കണം എന്നുള്ള നിർബന്ധം. ക്ലിയർ? ഓക്കെ. പറഞ്ഞാൽ ടീച്ചേഴ്സിനാണ് അത് കൂടുതൽ പിടിവാശി. അതെ, അതെ 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 അതെ. എന്തുകൊണ്ട് ആ കുട്ടി അത് ചെയ്തില്ല എന്നൊരു ചോദ്യമല്ല, അല്ലെ? അത് ചെയ്തിരിക്കണം. അവരുടെ ഫാമിലി ഇത് ബാധിക്കും. അതെ അതെ അതെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എന്റെ മോളുടെ ക്ലാസ്സിൽ 5th പഠിക്കണേ, ഒരു 100 വട്ടം മിസ് ഇമ്പോസിഷൻ എഴുതാൻ കൊടുത്തു. 100 വട്ടം. 5th പഠിക്കുന്ന കുട്ടികള്. അത് കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഏതോ പോർഷൻ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് ഓൾ ക്ലാസ് 100 പ്രാവശ്യം കൊടുത്തു. ഞാൻ പറഞ്ഞു മോള് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ല. കാരണം ആ 100 വട്ടം എന്റെ കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കാൻ എനിക്ക് താല്പര്യമില്ല.
അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും? കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പോർഷൻ ഞാൻ പറഞ്ഞു മോളെ അത് മിസ് പെട്ടെന്നുള്ള ഇതിൽ പറഞ്ഞു പോയതായിരിക്കും, പക്ഷെ എഴുതണ്ട. അതെനിക്കറിയാം, അത് ഇത്തിരി പ്രോബ്ലം ആണെന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ എഴുതിച്ചില്ല, ഞാൻ വിട്ടു. അതാണ് സത്യം. അപ്പൊ അത്തരത്തിലുള്ള എന്താ പറയാ, അത്തരം നിർബന്ധങ്ങള് ഇത് അധികം OCD ഉള്ളവരിൽ കാണും അല്ലെ. ഇത് ഇവിടെ വെച്ചാൽ ഇവിടെ ഇരിക്കണം, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഇപ്പൊ കോമൺ ആയിട്ട് പറയുന്ന ഒരു വേർഡാണ് അവൾക്ക് OCD, എനിക്ക് OCD. എന്ത് OCD? അതല്ല, അതിൽ ചില വിരുദ്ധന്മാരുണ്ട്. എൻ്റെ മോൻ ആ ടൈപ്പാ. അവൻ 10 എഴുതാൻ പറഞ്ഞാൽ 2 എഴുതിയിട്ട് ബാക്കി അമ്മ എഴുതുന്നു പറയും. ബാക്കി അമ്മ എഴുതാൻ പറയും, എന്നോട് എഴുതാൻ പറയും. അത് അങ്ങനെയാണ് അവൻ ഫില്ല് ചെയ്യിക്കുന്നത്. അവൻ ചോദിക്കുന്നത് 2 പ്രാവശ്യം എഴുതുമ്പോൾ നമ്മൾ പഠിച്ചല്ലോ, വീണ്ടും എന്തിനാ ഈ 10 പ്രാവശ്യം എഴുതണേന്ന്. കറക്റ്റ് ആണ്. ഞാൻ കുറെ ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ്. കുഞ്ഞുങ്ങളെ ഒരുപാട് എഴുതാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോ എന്റെ ഈ രണ്ടാമത്തെ ആൾ അങ്ങനെയാ, മോൻ കുറച്ച് എഴുതിട്ട് പറയും ബാക്കി ഉമ്മ എഴുതിക്കോളാൻ പറയും കോപ്പി. ഞാൻ നോക്കുമ്പോ ശരിയാ, ഇന്നലെ വെറുതെ അവനെ കഷ്ടപ്പെടുത്തണേ, ഞാൻ എഴുതി കൊടുക്കും. പക്ഷെ അതൊരു ഹാബിറ്റ് ആയിട്ട് കൊണ്ടുപോകണില്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോഴേ, ഒരിക്കൽ ക്ലാസ്സിൽ നിന്ന് ഹോംവർക്ക് ചെയ്യാതെ പുറത്താക്കി. അന്ന് തൊട്ട് ഇവൻ പിന്നെ ഹോംവർക്ക് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്താണെങ്കിൽ നന്നായിട്ട് കാറ്റ് കൊള്ളാം, ഉള്ളിലാണെങ്കിൽ കംഫർട്ടബിൾ അല്ല. നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ മേത്തുള്ള ആ വേർപ്പൊക്കെ, അതിലും നല്ലത് പുറത്ത് വരാന്തയിൽ നന്നായിട്ട് കാറ്റും കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരും. അല്ല, അവൻ ആ സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്തു അല്ലേ? അതെ, അത് കണ്ട ഹസ്ബൻഡിന്റെ ചങ്ക് പൊട്ടിപ്പോയി. റിപ്പോർട്ട് കാർഡ് ഒപ്പിടാൻ അവിടെയാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അതാണ് ഷുഡ് സ്റ്റേറ്റ്മെന്റ്. മാറ്റമൊന്നും വരാൻ പാടില്ല, അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം എന്നുള്ള നിർബന്ധങ്ങൾ. ഇനി നെക്സ്റ്റ്, ബ്രേക്കിംഗ് നെഗറ്റീവ് തിങ്കിങ്. എങ്ങനെയാണ് ഈ നെഗറ്റീവ് തിങ്കിങ് ബ്രേക്ക് ചെയ്യുക? സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് അവയർനെസ്. നമുക്ക് എന്തുണ്ടാകണം? അവയർനെസ് ഉണ്ടാകണം. നമ്മൾ എന്തായിരിക്കണം? അവെയർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞില്ല, ഇനി പറയണ്ടല്ലോ. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോറിംഗ് ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ക്വസ്റ്റ്യൻ ചെയ്യുക. അതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. ആരോട് ചോദിക്കണം? അടുത്തുള്ളവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? മേരി കുഞ്ഞു മാമിന് എന്തോ ഒരു നെഗറ്റീവ് തിങ്കിങ് ഉണ്ട്, അതൊന്ന് മാറ്റണം. അത് തിരിച്ചറിഞ്ഞു, എന്ത് ചെയ്യും? ആദ്യം തിരിച്ചറിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, അവനോട് തന്നെ പറഞ്ഞു. അവനോട് തന്നെ ആദ്യം ചർച്ച ചെയ്യണം. ഭയങ്കര ദേഷ്യാന്ന് വിചാരിച്ചോ, ഭയങ്കര ദേഷ്യാണ്. എങ്ങനെ സ്റ്റെപ്പ് 2ലേക്ക് കിടക്കാം? ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം? എന്തിനാണ് ഞാൻ ഈ മാതിരി ദേഷ്യപ്പെടുന്നത് ചോദിച്ചൂടെ? കാരണം എന്താണ്? ചോദിക്കാലോ, ഈ ദേഷ്യപ്പെടുന്നത് ശരിയാണോ എന്ന് ചോദിക്കാലോ. ഈ ദേഷ്യത്തിന് പകരം എന്ത് രീതി എനിക്ക് ഉപയോഗിക്കാം? അല്ലെ, വേറെ മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കാം. മക്കളോട് അതിന് പകരം എങ്ങനെ പറയാം എന്ന് ചിന്തിക്കാം അല്ലെ? അത്രേ ഉള്ളൂ. അതാണ് സ്റ്റെപ്പ് 2, ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതിനെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ദെൻ നെക്സ്റ്റ്, റീഫ്രെയിം. റീപ്ലേസ് ദ നെഗറ്റീവ് തോട്ട് വിത്ത് ദ ബാലൻസ്ഡ് റിയലിസ്റ്റിക് വൺ. ഐ ഓൾവേസ് ഫെയിൽ, ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ ക്യാൻ ഇംപ്രൂവ്. എന്താണ് റീഫ്രെയിം ചെയ്യുക? ഐ ഓൾവേസ് ഫെയിൽ, ഞാൻ എപ്പോഴും തോക്കും എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? ഐ മെയ്ഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ ക്യാൻ ഇംപ്രൂവ്. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, പക്ഷേ എനിക്കത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീഫ്രെയിം ചെയ്യും അല്ലെ? കറിയിൽ ഇത്തിരി ഉപ്പ് കൂടിപ്പോയി, ഇറച്ചിക്കറിയിൽ, എന്ത് ചെയ്യും? എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോ ഉപ്പ് കുറയ്ക്കാൻ? ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു. അല്ല, കറി മൊത്തം കളയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളൊന്ന് റീഫ്രെയിം ചെയ്തെടുത്തു. എങ്ങനെ? കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ടപ്പോ അത് സെറ്റായി. അതുപോലെ നമ്മളിൽ വരുന്ന ആ ഉപ്പിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് സാധനമൊക്കെ ഇട്ടിട്ട് അതിനെ റീഫ്രെയിം ചെയ്തെടുത്തു. അത്രേ ഉള്ളൂ. ആ വരുന്ന നെഗറ്റീവ് തോട്ടിന് അതിന് പകരമായിട്ടുള്ള പോസിറ്റീവ് കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കും. ദെൻ സ്റ്റെപ്പ് 4, പ്രാക്ടീസ് എവറി ഡേ. ന്യൂ മെന്റൽ ഹാബിറ്റ്സ് റിക്വയർ റെപ്പിറ്റീഷൻ. റിപ്പീറ്റഡ്ലി വരുന്ന തോട്ട്സ് എന്ത് ചെയ്യും? ന്യൂറൽ പാത്വേ ഫോം ചെയ്യൂലേ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കൊടുക്കുക.
ടൈം കഴിയാറായി തോന്നുന്നല്ലേ? 9:16. ഓക്കെ. ഇനി ഔട്ട്കം ഓഫ് ഹെൽത്ത് തിങ്കിങ് പാറ്റേൺസ്. എന്താണ് ഹെൽത്ത് തിങ്കിങ് പാറ്റേൺസിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്? ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതായത് വേണ്ടാത്ത ചിന്തകൾ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഹെൽത്തി തിങ്കിങ് പാറ്റേൺസ്. ഹെൽത്തി തിങ്കിങ് പാറ്റേൺസ് കൊണ്ടുള്ള ഗുണങ്ങൾ. ഓക്കെ. ക്ലിയർ തിങ്കിങ്, ബെറ്റർ ഇമോഷണൽ കൺട്രോൾ, റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഇത് ഞാൻ പറയണോ? എന്താന്ന് പറയണോ? മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ക്ലിയർ തിങ്കിങ്, ബെറ്റർ ഇമോഷണൽ കൺട്രോൾ, റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി, ഇൻക്രീസ്ഡ് കോൺഫിഡൻസ്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താണത്? കേൾക്കുമ്പോ തന്നെ അറിയാം. ലിമിറ്റിംഗ് ബിലീഫ്സ് ഒന്ന് പറയാവോ എന്താണ്? നമ്മളെ മുൻപോട്ട് സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടി എന്താ പറയാ സക്സസ് ആവാനും വിടാതെ പിടിച്ചു നിർത്തുന്ന കുറച്ച് ചിന്തകളാണ് എന്ത്? ലിമിറ്റിംഗ് ബിലീഫ്സ്. മനസ്സിലായോ? അതായത് നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ സക്സസ് ആവാനും പുള്ളി വിടൂല. അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു കാര്യവും ഇല്ല. കുറെ ചിരിച്ചാൽ പോരട്ടെ? കരയേണ്ടി വരും. കരയേണ്ടി വരും. കുറെ ചിരിച്ചാല് കുറെ കരയേണ്ടി വരും. അതൊരു ലിമിറ്റിംഗ് ബിലീഫ് അല്ലേ? അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? കുറച്ച് ചിരിച്ചിട്ട് പറയും, ഒരുപാട് ചിരിച്ചാൽ ശരിയാവൂല, എന്തും കൂടി വരും, ഇതിന്റെ പുറകെ ഞാൻ കരയേണ്ട വരും. അപ്പൊ അതൊരു ലിമിറ്റിംഗ് ബിലീഫ് അല്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബാരിയേഴ്സ്, നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന കുറെ ബാരിയേഴ്സ് ആണ്. നമ്മളെ മുൻപോട്ട് വിടാതെ, നമ്മളെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വിടാതെ, ചുറ്റുപാട് നിന്ന് കേട്ട കുറെ കാര്യങ്ങളും എന്താണ്, നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത കുറെ കാര്യങ്ങളും വെച്ചിട്ട് മുമ്പോട്ട് പോകും. അതാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സന്തോഷിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും സക്സസിലേക്ക് എത്തിക്കാതിരിക്കാനും വേണ്ടി നമ്മളെ പിടിച്ചു നിർത്തുന്ന കുറച്ച് കാര്യങ്ങൾ. അതാണ് ലിമിറ്റിംഗ് ബിലീഫ്. ദെൻ അതില് എക്സാമ്പിൾസ് ഉണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്. എനിക്കൊന്നിനും കഴിയില്ല. ഐ വിൽ നെവർ സക്സീഡ്. ഞാൻ ഒരിക്കലും വിജയിക്കില്ല. ഐ എം നോട്ട് സ്മാർട്ട് ഓർ ടാലന്റഡ്. ഞാൻ ഒരിക്കലും സ്മാർട്ട് ലെവലിൽ കഴിവൊന്നുമില്ല. ദെൻ ഐ ഡോണ്ട് ഡിസേർവ് ഗുഡ് തിങ്സ്. എനിക്ക് നല്ലതൊന്നും കിട്ടാനുള്ള എന്താണ് അർഹതയില്ല. ദെൻ ഇറ്റ്സ് ടു ലേറ്റ് ഫോർ മീ ടു ചേഞ്ച്. എനിക്ക് മാറാനുള്ള സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സമയം കഴിഞ്ഞു പോവോ? ഇല്ല. ദെൻ ഐ ഓൾവേസ് ഫെയിൽ. ഞാൻ എപ്പോഴും എന്ത് ചെയ്യും? തോറ്റുപോകും. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് കീപ് യു സ്റ്റക്ക് ഇമോഷണലി ആൻഡ് മെന്റലി. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്താ ചെയ്യുക? നമ്മളെ ഇമോഷണലി മെന്റലിയും അല്ലെ അവിടെ സ്റ്റക്കായിട്ട് നിർത്തും അല്ലെ? ഇപ്പൊ ഞാൻ ചില ലിമിറ്റിംഗ് ബിലീഫ് നമുക്ക് ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും കിട്ടും. അതായത് സ്ത്രീകള് ഉറക്ക ചിരിക്കരുത്. സ്ത്രീകൾ പൊതുവെ ഫാമിലിയിൽ മറ്റുള്ള പുരുഷന്മാർ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ തുറന്നു പറയരുത്, ചിരിക്കരുത്. അങ്ങനെയൊക്കെ ചില ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റിയിൽ ചില കുഞ്ഞു പ്രായത്തിൽ കുട്ടികളെ വളർത്തുമ്പോൾ അതാകുമ്പോൾ സ്ത്രീകളെപ്പോഴും മുമ്പോട്ട് വരാനുള്ള അവരെ പിടിച്ച് നിർത്തുന്ന ഒരു ഇതാണ്. പറയാൻ ഒരു ബുദ്ധിമുട്ട് വരും അല്ലെ? അവര് ചിന്തിക്കണ എന്താണ്? എനിക്കിതൊന്നും പറയാൻ അവകാശമില്ല. ഞാനൊരു പുരുഷന്റെ ഷാഡോ ആണ് എപ്പോഴും സ്ത്രീ എന്നുള്ള ആ ഒരു ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലും സൊസൈറ്റിയിൽ നിന്നും വരുന്ന ചില പ്രതിബന്ധങ്ങളാണ്. അതെ അതെ. അപ്പൊ ഇതെല്ലാം ലിമിറ്റിംഗ് ബിലീഫ്സ് തന്നെയാണ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെയും അല്ലെങ്കിൽ എന്താ നമ്മുടെ ഇഷ്ടങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങൾ ഇതിനെല്ലാം തടഞ്ഞു നിർത്തുന്ന, നമ്മുടെ കഴിവുകളെ തടഞ്ഞു നിർത്തുന്ന എന്ത് വിശ്വാസങ്ങളുണ്ടോ അതെല്ലാം ലിമിറ്റിംഗ് ബിലീഫ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ടൈം ഉണ്ടോ? കുഴപ്പമുണ്ടോ? ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങ് നീങ്ങുന്നതില്? എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ബുക്ക് എടുക്കുക, ആ ഒരു പേന എടുത്തിട്ട് ജസ്റ്റ് എഴുതുക. നിങ്ങളിൽ ഉള്ള ഒരു 3 ലിമിറ്റിംഗ് ബിലീഫ്സ് എഴുതുക. ഒരു 3 ലിമിറ്റിംഗ് ബിലീഫ്സ് എഴുതുക.
അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസും എഴുതുക. ക്ലിയർ ആവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് ക്ലാസ് എടുക്കാൻ, ഞാൻ B.Ed വരെ പഠിച്ചു, പക്ഷെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറെ സ്ഥലങ്ങളിൽ എനിക്ക് ടീച്ചറായിട്ട് കയറാൻ പറ്റിയില്ല. ഒരു ലിമിറ്റിംഗ് ബിലീഫ് അല്ലേ? അതിന്റെ ഒരു കോൺസിക്വൻസ് അല്ലേ അത്? അതുപോലെ ഒരു 3 എണ്ണം വേഗം. സുലേഖ മാം ഒക്കെ എവിടെ പോയി? രേണുക മാം, ഇവരെല്ലാവരും, ദീപ മാം, ഇവരെല്ലാവരും ക്യാമറയിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് മാഡം. എല്ലാരും ഇവിടെ ഉണ്ടല്ലേ? ഉണ്ടേ ഉണ്ടേ കേക്കുന്നുണ്ടേ. എഴുതുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ പറയാൻ എനിക്കൊരു ഗസ്റ്റ് വന്നു. ഓക്കെ ഓക്കെ. മാം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നേ, പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു. അത് കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടി പറയണോ അത്? ഇല്ല, ഞാൻ കേട്ടില്ല എന്താ എഴുതാൻ പറഞ്ഞൊന്നും. അതായത് നമുക്കുള്ള ഒരു 3 ലിമിറ്റിംഗ് ബിലീഫ് എന്താന്ന് കേട്ടായിരുന്നോ? ഇല്ല. അതായത് എന്താ പറയാ, നമ്മളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒന്നും ജീവിക്കാൻ അനുവദിക്കാതെ നമ്മളെ തന്നെ പിടിച്ചു നിർത്തുന്ന കുറച്ച് വിശ്വാസങ്ങൾ. ഓക്കെ, അതായത് എനിക്ക് ഒന്നിനും കഴിവില്ല, ഞാൻ ഒരിക്കലും വിജയിക്കില്ല, എനിക്ക് സന്തോഷിക്കാൻ അവകാശമില്ല, എന്താണ്, എനിക്ക് ചേഞ്ച് ആവാനുള്ള സമയങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ള പല 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 കാര്യങ്ങൾ. അതിനാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയാ. കിട്ടിയോ? ഓക്കെ. അത് 3 എണ്ണം എഴുതുക. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള എന്തെങ്കിലും കാര്യവും എഴുതുക. ഓക്കെ. ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്താ പറയാ, ഇപ്പൊ എനിക്ക് ജോലിയും ഫാമിലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു തോട്ട് വരാം. പക്ഷേ നമ്മുടെ ഡ്യൂട്ടി നമുക്ക് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു അമ്മ എന്ന നിലയിൽ അങ്ങനെയല്ലേ അത് ഓവർകം ചെയ്യേണ്ടത്. ഒരു അമ്മയുടെ ഫുൾ ഡ്യൂട്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നമുക്ക് ബാക്കിയുള്ള ഇൻകം ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ അതായത് നമ്മുടെ പാഷൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു ഹൗസ് വൈഫായിട്ട് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങും. അപ്പോൾ നമുക്ക് ഭയങ്കര സംതൃപ്തി ഉണ്ടാവും. കുട്ടികളെ വളർത്തി നമ്മുടെ പാഷൻ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പോയി എന്നുള്ളത്. മറ്റേതാവുമ്പോൾ ഹാഫാണ്. നമ്മുടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാഷനോ നമ്മുടെ കുട്ടികളെയും നമുക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹാഫ് മൈൻഡല്ലേ അവിടെ. ഈ ഒന്ന് ഹൗസ് വൈഫിൻ്റെ ലൈഫ് തന്നെയാണ്. ബാക്കിയെല്ലാം സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എങ്കിൽ അതാണ് നല്ലതെന്ന് തോന്നുന്നു. കറക്റ്റ്. ഞാനും ആ ഒരു ചെറിയ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഇപ്പൊ എന്റെ ഇളയ മോന് 5 വയസ്സായി. പക്ഷെ അവന് കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം മുതൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് സ്കൂളിൽ കയറിക്കൂടെ. പക്ഷെ ഞാൻ പറഞ്ഞ ഇതേ വാക്ക് തന്നെയാണ്. ഇപ്പൊ എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. അവനെ കൂടി സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാല് എനിക്കും പോകാം. ശരിയല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം ചൈൽഡ്ഹുഡ് അതാണ് ഇമോഷണൽ വെൽബീയിങ് അവർക്ക് ഉണ്ടാവുന്നത് തന്നെ ഏർലി ചൈൽഡ്ഹുഡിൽ എത്ര നന്നായിട്ട് അച്ഛനും അമ്മയും അവനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഗ്രാൻഡ് പാരൻസ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ ഇല്ലാത്ത സമയത്ത് അമ്മയ്ക്ക്
കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, ബാക്കി എല്ലാ സാഹചര്യവും അനുകൂലമാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി നൽകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അസംതൃപ്തി ഉണ്ടാവില്ല, സംതൃപ്തി തന്നെയായിരിക്കും. അതിൻ്റെ ഒരു ഫലം കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. ഏകണ്ണ ഇച്ചേ പള്ളയാ ഇച്ചേ ഏകണ്ണ കറുപ്പല്ല പെട്ടെന്ന് ഫോൺ കഴിഞ്ഞോ? എട്ടില്ല. കഴിഞ്ഞു. കണ്ടിട്ട് അല്ല വെറും ഇരുന്ന് ചിരിക്കാൻ പോലെ ഉണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ അപ്പൊ അത് കഴിഞ്ഞു. ഹൗ ലിമിറ്റിംഗ് ബിലീഫ്സ് ഫോം. ദെൻ വൈ ലിമിറ്റിംഗ് ബിലീഫ്സ് ആർ ഹാംഫുൾ. എന്തുകൊണ്ടാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് ഹാംഫുൾ ആന്ന് പറയുന്നത്? ലോവർ കോൺഫിഡൻസ് അല്ലെ, കോൺഫിഡൻസ് കുറയ്ക്കും. ബ്ലോക്ക് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവിടെ തടയപ്പെടാണ്. എനിക്ക് കഴിവില്ലാന്ന് വിചാരിച്ച പിന്നെ എന്ത് ഓപ്പർച്യൂണിറ്റീസ്? ദെൻ ക്രിയേറ്റ് ഫിയർ, നമുക്കൊരു പേടി ഉണ്ടാവും അല്ലെ. ഞാൻ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ കളിയാക്കും. ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് പൊട്ടിപ്പോയാല് അല്ലെ, പൊട്ടില്ലാന്ന് ഉറപ്പുണ്ടോ? ഒരുറപ്പില്ല. പൊട്ടിപ്പോയാൽ മറ്റുള്ളവരെന്നെ കളിയാക്കും, ആ രീതിയിലുള്ളത്. ദെൻ ഹോൾഡ് യു ഇൻസൈഡ് യുവർ കംഫർട്ട് സോൺ. എന്ത് ചെയ്യും? ഈ ലിമിറ്റിംഗ് ബിലീഫ് വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഞാനിപ്പോ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നിൽക്കാം, ഞാനിപ്പോ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്, ഞാൻ എന്തിനു ഇത്ര വലിയ റിസ്ക് എടുക്കാൻ പോകുന്നത്? ശരിയല്ലേ? ദെൻ റെഡ്യൂസ് ഇമോഷണൽ വെൽബീയിങ്, നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആകും. ദെൻ പ്രിവെന്റ് ഗ്രോത്ത്, നമ്മളുടെ വളർച്ചയെ അതവിടെ തടയുക ചെയ്യുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർകമ്മിങ് ലിമിറ്റിംഗ് ബിലീഫ്സ്, അവെയർ ആവുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, റീഫ്രെയിം ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക. ശരിയല്ലേ? അവെയർ ചെയ്യുക, പിന്നെയോ അവെയർ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യണം, എനിക്ക് എവിഡൻസ് വേണം. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തെളിവ് വേണ്ട എനിക്ക്. എവിഡൻസ് എടുത്തു, പിന്നെയാണ് റീഫ്രെയിം ചെയ്തത്, പിന്നെ എന്ത് ചെയ്തു? റീഇൻഫോഴ്സ് ചെയ്തു. ഡെയിലി നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. ഈ നെഗറ്റീവിന് പകരം എന്ത് ചെയ്തു? പോസിറ്റീവ് കൊടുത്തുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ന്യൂറോൺസ് വയർ ടുഗദർ. അവിടെ ഒരു പുതിയ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അല്ലെ പോസിറ്റീവ് ആയിട്ടുള്ളത് കൊടുത്തോണ്ടിരുന്നു. ദെൻ ഔട്ട്കം ഓഫ് ചേഞ്ചിങ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ലിമിറ്റിംഗ് ബിലീഫ്സ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ? സ്ട്രോങ്ങർ ആണ് അല്ലെ, നല്ല സെൽഫ് കോൺഫിഡൻസ് ആയി, കറേജ് ടു ടേക്ക് ആക്ഷൻ, ഇമോഷണൽ ഫ്രീഡം, പേഴ്സണൽ ഗ്രോത്ത്, ക്ലിയറർ തിങ്കിങ്, റെസിലിയൻസ്. റെസിലിയൻസ് എന്താണെന്നറിയോ? ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാലോ. പേഴ്സണൽ ഗ്രോത്ത്, ക്ലിയറർ തിങ്കിങ്, ഇമോഷണൽ ഫ്രീഡം, കറേജ് ടു ടേക്ക് ആക്ഷൻ, സ്ട്രോങ്ങർ സെൽഫ് കോൺഫിഡൻസ്. റെസിലിയൻസ് എന്താണ്? പ്രോബ്ലംസ് ഉണ്ടായിട്ട് തിരിച്ചു വരും. അതെ, പ്രോബ്ലംസ് ഉണ്ടായിട്ട് തിരിച്ചു വരിക. അതായത് ഒരു റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് പോയിട്ട് ആ കൈ വിടുമ്പോൾ തിരിച്ച് പഴയ പൊസിഷനിൽ വരില്ലേ? അതുപോലെ എന്താണ്, എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എവിടെ വരും? സ്ട്രോങ് ആയിട്ട് പഴയ പോലെ തിരിച്ചു വരും. അതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. വെൻ ബിലീഫ്സ് ചേഞ്ച്, ലൈഫ് ചോയ്സ് ചേഞ്ചസ്. ബിലീഫ് ചേഞ്ച് ചെയ്യുമ്പോൾ ലൈഫിന്റെ ചോയ്സസും ചേഞ്ച് ചെയ്യും. നെഗറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഒതുങ്ങി കൂടിപ്പോവും. പക്ഷെ ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ എല്ലാം കളഞ്ഞ് നമ്മൾ വരുമ്പോൾ എന്താവും? പുതിയ ചോയ്സസ് നമ്മൾ കാണും. അതാണ്, അത്രയും നാൾ കാണാത്ത പല കാഴ്ചകളും നമ്മൾ കാണാൻ തുടങ്ങും അല്ലെ. അപ്പൊ ലൈഫിന്റെ ആ ഒരു തലം തന്നെ അങ്ങ് മാറിപ്പോവും. ഇതാണ് തോട്ട് പാറ്റേൺസ് ആൻഡ് കോർ ബിലീഫ്സ്. തോട്ട് പഠിച്ചു. അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ജസ്റ്റ് ഒന്ന് പറയാമോ? നോക്കിയിട്ട് വേണോ ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ട്? തോട്ട് എന്താണ്? തോട്ട് പാറ്റേൺ, ബിലീഫ്സ്, ഫാക്ട്, ഇത് തമ്മിലുള്ള വ്യത്യാസം. Difference between thoughts and beliefs. ലിമിറ്റിംഗ് ബിലീഫ്സ് പഠിച്ചു അല്ലെ. നെഗറ്റീവ് പാറ്റേൺസ് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ എല്ലാം സെറ്റ് ആയില്ലേ? എന്താണ് മൈൻഡ് എന്നും
അതിനെങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നും എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങളെന്നും കുറെ നമുക്ക് മനസ്സിലായി അല്ലേ? ഓക്കെ അല്ലേ? ചാപ്റ്റർ കറക്റ്റ് അല്ലേ? കിട്ടിയില്ല എല്ലാവർക്കും? ഒരു 10 മിനിറ്റ് ടൈം തരുമോ? അങ്ങനെയാണെങ്കിൽ ഒരു വണ്ടർഫുൾ മെഡിറ്റേഷനുമായിട്ട് അനിൽ സാർ വരുന്നുണ്ട്. ലിമിറ്റിംഗ് ബിലീഫിനെയൊക്കെ അങ്ങ് തുടച്ച് നീക്കിയിട്ട് രാത്രി പോയി സുഖമായിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, സെറ്റാണോ? സെറ്റ്. എങ്കിൽ അനിൽകുമാർ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു സഭാഷ്, താങ്ക് യു സ്വപ്നജി. അപ്പൊ നല്ലൊരു സെഷൻ. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഞാൻ ഈ സെഷൻ എങ്ങനെ എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫും എല്ലാം അതൊക്കെ ഒരു 5 മിനിറ്റ് കൂടുതൽ വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണുകളടക്കുക, നട്ടല് നിവർന്നിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ടേക്ക് എ സ്മൂത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് കംപ്ലീറ്റ്ലി. നിങ്ങളുടേതായ താളത്തിൽ, ക്രമത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ശ്വാസം എടുക്കുമ്പോൾ ഒരു ഹീലിംഗ് എനർജി ഉള്ളിലേക്ക് ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ ശരീരം മുഴുവനും വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യാം. ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് വിശ്വാസങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നു. വീണ്ടും ഒരു ശ്വാസം എടുക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് മനോഭാവങ്ങൾ, പോസിറ്റീവ് എനർജി ശരീരം മുഴുവനും വ്യാപിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വിശാലമായ തെളിഞ്ഞ നീല ആകാശം നിങ്ങൾക്ക് ഇപ്പോൾ സങ്കല്പിക്കാം. വിശാലമായ തെളിഞ്ഞ ഒരു നീല ആകാശം. ഈ ആകാശം ശാന്തമാണ്, അനന്തമാണ്. ഇതിന് അതിരുകളില്ല, നോ ബൗണ്ടറീസ്. ഈ ആകാശമാണ് നിങ്ങളുടെ ബോധം, അവയർനെസ്. ഇതിലെന്തിനേയും ഉൾക്കൊള്ളുവാനായിട്ടുള്ള കഴിവുണ്ട്, സ്ഥലമുണ്ട്. ആ ആകാശവും ആ നീല ആകാശത്തിന്റെ സൗന്ദര്യവും അതിൻ്റെ ആ അതിരുകളില്ലാത്ത ലോകവും നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ആകാശത്തിന്റെ ഉടമയാണല്ലോ ഞാൻ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകളെ ഇങ്ങനെ ഒന്ന് ഒരു വിറ്റ്നസ്, ഒരു സാക്ഷി ഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ അത് ആകാശത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു, മേഘങ്ങളായി ഒഴുകിപ്പോകുന്നതായിട്ട് കാണുക. മേഘങ്ങൾ ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കാറില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, ലിമിറ്റിംഗ് ബിലീഫ്, അത് മേഘങ്ങളാണ്. ഓരോ ലിമിറ്റിംഗ് ബിലീഫും, ഉദാഹരണത്തിന് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് സ്മാർട്ട് ഇനഫ്, ഞാൻ ദുഃഖിക്കനായി ജനിച്ചവനാണ്, എനിക്ക് സന്തോഷമില്ല, എനിക്കൊരു നല്ലൊരു ജോലിയില്ല, എന്നെ മറ്റുള്ളവരാരും സ്നേഹിക്കുന്നില്ല, ഐ ആം നോട്ട് ലവബിൾ, എവിടെയും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫാണ് ആ മേഘങ്ങൾ. ആ മേഘങ്ങളെ പിടിച്ചു നിർത്താനോ മാറ്റാനോ ശ്രമിക്കേണ്ട. അവ വരുന്നത് ശ്രദ്ധിക്കുക. അവ മെല്ലെ ഒഴുകിപ്പോകുന്നത്, അകന്നകന്നു പോകുന്നത് നോക്കി നിൽക്കുക. സ്വയം പറയുക, റിപ്പീറ്റ് ചെയ്യുക, ഞാൻ മേഘങ്ങളല്ല, ഞാൻ മേഘങ്ങളല്ല, ഞാൻ അവയെ നോക്കി നിൽക്കുന്ന ആകാശമാണ്. ലിമിറ്റ്ലെസ്, പീസ്ഫുൾ, ശാന്തമാണ്, അതിരുകളില്ലാത്ത ആകാശമാണ് ഞാൻ. ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വീണ്ടും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആകാശത്ത് സൂര്യൻ ഉദിക്കുന്നത് സങ്കല്പിക്കുക. സൂര്യന്റെ പ്രഭ ആകാശത്തെ വീണ്ടും മനോഹരമാക്കുന്നു.
സൂര്യപ്രകാശം എമ്പതിയാണ്, കൈൻഡ്നസ് ആണ്, കരുണയാണ്. ഈ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലെ പഴയതും ഇരുണ്ടതുമായ വിശ്വാസങ്ങളെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്നത് അനുഭവിക്കുക. ആ സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ ഇരുട്ടിലേക്ക് ഒരു മെഴുതിരി വരുന്ന പോലെ, ഇരുട്ട് അപ്രത്യക്ഷമാവുന്ന പോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാകുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വാചകം മനസ്സിൽ ആവർത്തിക്കുക: പഴയ കഥകൾക്ക് എന്നെ തടയാൻ കഴിയില്ല. വാട്ട് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്. പഴയ കഥകൾക്ക് എന്നെ തടയാൻ കഴിയില്ല. വളരാനും മാറാനും എനിക്ക് സാധിക്കും. ഞാൻ പുതിയൊരു തുടക്കത്തിന് അർഹയാണ്, അർഹനാണ്. ഞാൻ പുതിയൊരു തുടക്കത്തിന് അർഹനാണ്, അർഹയാണ്. ഐ ആം പവർഫുൾ വെൻ ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ പവർഫുൾ ആവുന്നു. ഐ ആം പവർഫുൾ വെൻ ഐ റെസ്പെക്ട് മൈസെൽഫ്. ഞാൻ എന്നെ ബഹുമാനിക്കുമ്പോൾ ഞാൻ വീണ്ടും പവർഫുൾ ആവുന്നു. ഐ ആം പവർഫുൾ വെൻ ഐ അപ്രീഷിയേറ്റ് മൈസെൽഫ്. ഞാൻ എനിക്ക് അഭിനന്ദിക്കാൻ കഴിയുന്നുണ്ട്, അപ്പോൾ ഞാൻ വീണ്ടും പവർഫുൾ ആവും. ആ ഒരു സന്തോഷത്തിൽ അല്പസമയം നിങ്ങൾക്ക് ചെലവഴിക്കാം. ഈ സമയത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് നിങ്ങളുടെ താളത്തിൽ, ക്രമത്തിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരിക. കൈകളും കാലുകളും മെല്ലെ മെല്ലെ ചലിപ്പിക്കുക. മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി രണ്ട് കൈകളും കൂട്ടിത്തിരുമി കണ്ണുകളുടെ മുകളിൽ വെച്ചുകൊണ്ട് സാവകാശം സാവകാശം ആ കണ്ണുകൾക്ക് ചൂട് അനുഭവിച്ചുകൊണ്ട് സാവകാശം സാവകാശം മുഖത്തൊരു ചെറു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ ചിമ്മി ചിമ്മി, ടേക്ക് യുവർ ഓൺ ടൈം, നിങ്ങളുടേതായ സമയം എടുത്തുകൊണ്ട് സാവകാശം സാവകാശം കണ്ണുകൾ തുറക്കാവുന്നതാണ്. താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ സെഷൻ മനോഹരമാക്കി എല്ലാവരോടും നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ കണ്ട ലിമിറ്റിംഗ് ബിലീഫ് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത്? അതൊക്കെ ഒരു മേഘം പോലെ ഒഴുകി ഒഴുകി അങ്ങ് പോകുന്നു. നിങ്ങൾ ആകാശമാണ്. അതാണ് നിങ്ങളുടെ അവയർനെസ്. ലിമിറ്റ്ലെസ്. ഒരുപാട് ബോധമുണ്ട്, അല്ലെ? ഒരുപാട് അറിവുണ്ട്. അങ്ങനെ അറിയാൻ പേരൊന്നും മാറ്റി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തു. 8ാമത്തെ ദിവസം പൂർത്തീകരിക്കാൻ കഴിയും. നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. ഐ ആം പവർഫുൾ. കണ്ടോ, ആരും നിങ്ങളെ അപ്രീഷിയേറ്റ്. ഞാൻ 8 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തു. ഇതൊരു ഭയങ്കര കാര്യമാണ്. കുറെ ആൾക്കാർക്ക് ഇത് കഴിയാൻ പറ്റുന്ന കാര്യം എനിക്ക് കഴിഞ്ഞു. അപ്പൊ വീണ്ടും പറയുന്നു, ഐ ആം പവർഫുൾ വെൻ യു ആർ പവർഫുൾ വെൻ യു ലവ് യുവർ സെൽഫ്. യു ആർ പവർഫുൾ വെൻ യു റെസ്പെക്ട് യുവർ സെൽഫ്. യു ആർ പവർഫുൾ വെൻ യു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. ഞാൻ 8 ദിവസം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഇനിയും 16 ദിവസങ്ങൾ കഴിയുമ്പോൾ എന്നിലെ മാറ്റങ്ങൾ എനിക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറമാണ്. ഞാനൊരു മെഴുകുതിരിയാവുന്നു, പ്രകാശമാവുന്നു. എന്നിൽ നിന്ന് ഒരുപാട് പേർക്ക് ആ വെളിച്ചവും ആ അറിവും ആ ദീപവും എനിക്ക് പകർന്നു കൊടുക്കാൻ കഴിവുള്ള ഒരാളായിട്ട് നമ്മൾ മാറും. അപ്പൊ ഇന്നത്തെ സെഷൻ മനോഹരമാക്കിയ സപ്നാജിക്കും പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഗുഡ് നൈറ്റ്. ആ ഒരു തെളിഞ്ഞ ആകാശമായി നിങ്ങൾ ജീവിക്കുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അവളങ്ങനെ ചോറായിട്ട്